Good afternoon. Good afternoon, Miss. Good afternoon, Miss. ഇന്ന് ഭയങ്കര സ്ട്രെങ്ത് കുറവാണല്ലോ, അല്ലെങ്കിൽ കൂടുതൽ പിള്ളേരെ ഉണ്ടാവാറുണ്ടല്ലോ. Good afternoon, Miss. Good afternoon. Or എന്ത് പറ്റി പിള്ളേരെ ഉണ്ടാവുള്ളൂ? നോമ്പല്ലേ മിസ്സേ? ഉച്ച കഴിഞ്ഞിട്ടാണ് ക്ലാസ് അല്ലേ? നിങ്ങളുടെ ബാക്കിയാണ് ഈ ടൈമിൽ എക്സാം ഇല്ലാത്തത്. എനിക്ക് അതിനും പഠിക്കേണ്ടി വന്നാണ്. പ്രയർ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഉണ്ട് മിസ്സേ. ചെയ്തോടാ. നന്മരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം. നന്മരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭവ ഭക്തിയും വിവേകവും തരേണമേ ദയാനിധി. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭവ ഭക്തിയും വിവേകവും തരേണമേ ദയാനിധി. നന്മരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം. ഈ കലാലയം നമുക്ക് നിത്യവും വസിച്ചിടാം. എത്രയും മനോജ്ഞമായി സ്വഗേഹമായി ഭവിക്കണം. ഈ കലാലയം നമുക്ക് നിത്യവും വസിച്ചിടാം. എത്രയും മനോജ്ഞമായി സ്വഗേഹമായി ഭവിക്കണം. നന്മരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം. നന്മരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം. നന്നായിരുന്നു കേട്ടോ. Thought പറയട്ടെ മിസ്സേ? പറഞ്ഞോടാ. Okay. Today's thought. Today is your opportunity to build the tomorrow you want. നിങ്ങൾ ആഗ്രഹിക്കുന്ന നാളെയെ കെട്ടിപ്പടുക്കാനുള്ള അവസരമാണ് ഇന്ന്. താങ്ക് യു. ഉണ്ടോ? Thought of the day ആണ് ഇപ്പൊ പറഞ്ഞത്. സൈനിങ്. പറഞ്ഞോട്ടോ. Hello children, how are you everyone? All are you fine? Today Yes. teacher will teach you alphabetical names and their sound. Okay, let's start. Yes. Okay. A for apple, A for apple, A, 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 A. B for brinjal, B for brinjal, B, 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 B. C for car, C for car, K, 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 K. D for doctor, D for doctor, D, 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 D. E for elephant, E for elephant, A, 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 A. F for fish, F for fish, F, 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 F. G for green, G for green, G, 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 G. H for hen, H for hen, ha, 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 ha. I for ice cream, I for ice cream, E, 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 E. J for jasmine, J for jasmine, J, 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 J.
K for kangaroo, K for kangaroo. K, 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 K. L for leg, L for leg. L, 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 L. M for mango, M for mango. M, 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 M. N for neck, N for neck. N, 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 N. O for onion, O for onion. O, 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 O. P for parrot, P for parrot. P, 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 P. Q for queen, Q for queen. Q, 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 Q. R for rabbit, R for rabbit. R, 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 R. S for sunflower, S for sunflower. S, 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 S. T for teacher, T for teacher. T, 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 T. U for umbrella, U for umbrella. A, 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 A. V for violin, V for violet. L, A, V, 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 V. W for watermelon, W for watermelon. V, 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 V. X for xylophone, X for xylophone. X, 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 X. Y for yellow, Y for yellow. Yeah, 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 yeah. Z for zebra, Z for zebra. Z, 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 Z. Okay, children, all listen now. How is it? Okay, again we will start Super. tomorrow. നല്ലതായിരുന്നു കേട്ടോ സഫിയ. മോനിത് എങ്ങനെ പഠിച്ചത് സോങ്? ഇത് നമ്മുടെ ആക്ടിവിറ്റി ഗ്രൂപ്പ് ഉണ്ടല്ലോ, അതില് ജസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതില് പഠിച്ചതാണ്. ഓക്കെ. എടല്ലേ പ്രൊണൗൺസിയേഷൻ വരില്ലേ? ഫോണിറ്റിക്സ് ആണ് ഇപ്പൊ പറഞ്ഞത്. ഫോണിറ്റിക്സിൽ ചില സൗണ്ടുകൾ കറക്റ്റ് ആയിട്ട് വന്നില്ലെങ്കിൽ അത് പ്രശ്നമാണ്. കാരണം എഫിന്റെ സൗണ്ടില് വരില്ല, ആ ഒരു സൗണ്ട് മാത്രമേ വരുള്ളൂ. ഫിഷ് ആണെങ്കിൽ പോലും അല്ലെങ്കിൽ ആ ഒരു സൗണ്ട് വരാം. സൈലൻസ് ആണ്. അത് പിച്ച് അനുസരിച്ച് പഠിക്കൂട്ടാ. നമ്മള് പ്രാക്ടിക്കൽ ഏരിയാസിലേക്ക് പോകുമ്പോ ഫോണിറ്റിക്സ് നമുക്ക് ഞാൻ പറഞ്ഞതില് തെറ്റുണ്ടോ ടീച്ചറെ? ഇല്ലടാ, എഫിന്റെ കാര്യത്തില് ചിലത് അത് സൗണ്ട് ഇല്ലാടാ, സൈലന്റ് ആണ്. നമ്മൾ പറയുന്ന ഏത് ലെറ്ററാണ്? എന്നുള്ളതാ? അപ്പൊ മിസ്റ്റർ വീട് സൗണ്ട് എങ്ങനെയാ വരിക? വീട് അതും കുറച്ച് വ്യത്യാസമുണ്ട്. ആള് പറയും വേന്നല്ലേ ടീച്ചർ വരിക? ഞാൻ എല്ലാം ശ്രദ്ധിച്ചില്ല, ഞാൻ പറയാം. കുറച്ച് മിസ്റ്റേക്ക് എന്ന് പറയാൻ കാരണം ഞാൻ പഠിച്ചിട്ടുണ്ട്, അപ്പൊ അതുകൊണ്ട് ഉള്ള പ്രശ്നമാണ് എനിക്ക് അതാണ് പെട്ടെന്ന് കത്ത് ചെയ്ത്. അത് മിസ്റ്റേക്ക് ഇങ്ങനെ വരിക, സൈലന്റ് ആണ്, സൗണ്ട് വരിക നമ്മുടെ വായന. ഒരു എന്താ പറയാ ഒരു ഫിഷ് അല്ലേ പറഞ്ഞത്, അതില് സൗണ്ട് വരിക, ആ അക്ഷരം നമുക്ക് കേൾക്കാൻ പറ്റില്ല. ആദ്യം സൈലൻസ് ആണ്. നിങ്ങളില്ലേ പഠിക്കൂലേ, ഫോണിറ്റിക്സ് പഠിക്കുമ്പോ നന്നായിട്ട് പ്രസന്റ് ചെയ്തു. അപ്പൊ ഇല്ലേ നമ്മൾ ഫോണിറ്റിക്സിന്റെ സോങ് കിടപ്പുണ്ട് യൂട്യൂബില്. ഫോണിറ്റിക്സ് സൗണ്ട് സോങ് എന്ന് പറഞ്ഞിട്ട് യൂട്യൂബില് അടിച്ചു നോക്കാം. എന്നിട്ട് എല്ലാവരും ആ ഒരു അക്ഷരം വെച്ച് നിങ്ങൾ പാടി തന്നെ പഠിക്കണം, പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. ഇതല്ലേ ഇന്നതല്ലേ, ഇങ്ങനെയല്ല, നമ്മളത് പറഞ്ഞ് തന്നെ പഠിക്കണം കേട്ടോ. ഓക്കെ, വീഡിയോ ഡിപ്പെൻഡാണ് ഞാൻ പഠിച്ചത്. പക്ഷെ വീഡിയോ ഓണാക്കി നല്ലത് നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം പറഞ്ഞെന്ന് മാത്രം. അതിന്റേതായ സൗണ്ട് ഉണ്ട്, അതിന്റേതായ പിച്ച് ഉണ്ട്. ചിലത് ഹൈ പിച്ചിലായിരിക്കും പറയുന്നത്, ചിലത് ലോ പിച്ചിലായിരിക്കും, ചിലതിന് എന്താ പറയുക എയർ മാത്രമേ വരുള്ളൂ. അങ്ങനെയൊക്കെയുണ്ട്, കുറച്ച് വ്യത്യാസമുണ്ട്. നമ്മൾ പ്രാക്ടിക്കൽ സെഷനിൽ വരുമ്പോൾ എല്ലാവരും ഇത് പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. അപ്പൊ ഞാൻ ഒരു ആക്ടിവിറ്റി പോലെ തരാണ്. എല്ലാവരും ഫോണിറ്റിക്സിന്റെ സൗണ്ട്സ് നമ്മൾ പ്രാവശ്യം ചെയ്തതാണോ അത്? ഒരിക്കൽ ചെയ്തിട്ടുണ്ട്, നമ്മൾ ഫസ്റ്റ് ഒരിക്കൽ ചെയ്തിട്ടില്ലേ? ചെയ്തിട്ടുണ്ടല്ലേ? അപ്പൊ അത് നിങ്ങൾ എന്നാ യൂട്യൂബിൽ നോക്കിയിട്ട് അല്ലെങ്കിൽ ആ ഒരു വീഡിയോ വെച്ചിട്ട് ആ സൗണ്ടുകൾ കറക്റ്റ് ആയിട്ട് വരുന്ന രീതിയിൽ ചെയ്ത് തന്നെ പറഞ്ഞ് തന്നെ പഠിക്കാൻ ശ്രമിക്കാം കേട്ടോ.
നമ്മൾ പറഞ്ഞത് തന്നെ പഠിച്ചാലേ ശരിയാവുള്ളൂ. ഓക്കെ, ഓക്കെ എല്ലാവരും ടീച്ചർ. കേട്ടാ. എല്ലാവരും ഇപ്പൊ എനിക്കാണെങ്കിൽ തന്നെ ഞാൻ കുറെ നാളായിട്ട് എടുക്കാത്തതുകൊണ്ട് പഠിക്കാത്തതുകൊണ്ട് ഞാൻ മറന്നിട്ടുണ്ടാവും. സോ ഞാൻ നിങ്ങൾക്ക് പ്രസന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ വീട്ടിൽ പഠിക്കണം. സോ ആ ഒരു ചിലത് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയാം. അപ്പൊ നിങ്ങൾ നോക്കണം കേട്ടോ. അത് കങ്കാരൂരൊക്കെ പറയുമ്പോ അത് ചിലതൊക്കെയാണ് എനിക്ക് പറ്റിയത്. ആ ഒരു ഫോണിക്സ് എടുത്തോണ്ടുള്ള പ്രശ്നം, അതിന്റെ പ്രൊണൗൺസിയേഷന്റെ മിസ്റ്റേക്ക് പോലെ എനിക്ക് തോന്നി. കുഴപ്പമൊന്നുമില്ല. അപ്പൊ കുട്ടികൾ നമ്മൾ മിക്കവാറും ഫോണിക്സ് നമുക്കൊരു നമ്മൾ പഠിപ്പിക്കുന്ന സ്കൂളിൽ എന്തായാലും പഠിപ്പിക്കേണ്ടി വരും. അത് ഭാവിയിലേക്ക് യൂസ്ഫുൾ ആണ്. സോ ഫോണിക്സ് പഠിച്ചു വെക്കാൻ നല്ലതാണ്. ചില സ്കൂളിലൊക്കെ അതാ ഫോളോ ചെയ്യുന്നത്. ഇപ്പൊ CAT കാറ്റ്, നമ്മൾ കാറ്റ് എന്നല്ലേ ആ ഒരു വെച്ചിട്ടാണ് അവർ പറയുന്നത് കാറ്റ്, അങ്ങനെയാ പഠിപ്പിക്കുന്നത്. മുമ്പത്തെ CAT കാറ്റ് അല്ല, കാറ്റ്. അങ്ങനെ ആ ഒരു എല്ലാത്തിന്റെയും സൗണ്ട് വെച്ചിട്ടാണ് കാറ്റ്. അങ്ങനെ മനസ്സിലായോ നിങ്ങൾക്ക്? കാറ്റ് എന്നല്ല പഠിപ്പിക്കുന്നത്, CAT എന്നല്ല പഠിപ്പിക്കുന്നത്, അങ്ങനെ പഠിപ്പിക്കുന്നു. ഇപ്പൊ മിക്ക സ്കൂളുകളും അങ്ങനെ പഠിപ്പിക്കുന്നത്, ഫോണിക്സ് പഠിപ്പിക്കുന്നത്. ബേസിക് ഫസ്റ്റ് LKG മുതൽ അവർ ആ ഒരു ഇതാണ് പഠിപ്പിക്കുന്നത്. അക്ഷരങ്ങളെല്ലാം ആ മോഡലിൽ പഠിപ്പിച്ചാല് കുട്ടികൾക്ക് പെട്ടെന്ന് റീഡിങ്ങും റൈറ്റിങ്ങും ഓക്കെ ആവും. ഭയങ്കരമായിട്ട് പെട്ടെന്ന് സെറ്റ് ആവും അവർക്ക്. കാരണം അവരുടെ അക്ഷരങ്ങൾ ആ ഒരു സൗണ്ട് ആണല്ലേ പഠിക്കുന്നത്. ഇന്നത്തെ കാലത്ത് ഞാൻ പറയാം, ABCD പിള്ളേരെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്ക് ആണ്, നമ്മൾ അവരെ വരച്ചാണ് പഠിപ്പിക്കുന്നത് അല്ലെ. A വരയ്ക്കാൻ പറയുമ്പോൾ അവർ A പോലത്തെ എന്തൊരു സാധനം വരയ്ക്കുന്നു. നമ്മൾ ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ല പഠിപ്പിക്കേണ്ടത്. നമ്മൾ ആ സൗണ്ടുകൾ പഠിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ നന്നായിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ ആണോ? നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഫോണിക്സ് നെക്സ്റ്റ് ക്ലാസ് വരുമ്പോൾ ഇത് തന്നെ ആക്ടിവേറ്റ് ചെയ്താൽ മതി, സൈൻ ഇൻ ചെയ്താൽ മതി. പക്ഷെ സൗണ്ടുകൾ കറക്റ്റ് ആയിരിക്കണം. ഇംഗ്ലീഷ് ടീച്ചർ ആവാനും നന്നായി ഇന്നത്തെ ക്ലാസ് ആള് ഓടിച്ചാന്. തെറ്റുള്ളതുകൊണ്ടല്ല കേട്ടോ, അമ്മ ചെയ്തതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. സൈനിന് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് സഫിയ. പക്ഷെ ആ സൗണ്ടിന്റെ പ്രശ്നമാണ്. അത് ഈ ഫോണിക്സിന്റെ പ്രശ്നമാണ്. ഇപ്പൊ ഞങ്ങളുടെ ടീച്ചർമാർക്കും ഫോണിക്സ് എടുക്കാനായിട്ട് ഭയങ്കര മടിയുള്ള ഒരു ഏരിയ ആണ്. കാരണം ആ സൗണ്ട് തെറ്റിപ്പോവാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടുള്ള പ്രശ്നം. ഓക്കെ ടീച്ചറെ, ഒന്നുകൂടി ശ്രദ്ധിച്ച് കേട്ടിട്ട് നല്ലപോലെ പറയാം നെക്സ്റ്റ് ടൈം. ചെയ്യണം കേട്ടോ. ഓക്കെ, ഞാൻ നമ്മൾ എടുത്തോണ്ടിരിക്കുന്ന ചാപ്റ്ററിന്റെ പേര് അറിയാലോ, മെന്റൽ ഹെൽത്ത് ആണ്. ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കഴിഞ്ഞ ലാസ്റ്റ് ക്ലാസ്സിൽ അല്ലെ. കുറെ നാളായിട്ട് ക്ലാസ് ഒന്നും വരാത്തോണ്ട് മറന്നു പോയിട്ടുണ്ടാവില്ലേ? ലാസ്റ്റ് ക്ലാസ് ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ, ഇതായിരുന്നില്ലേ, എന്താ പറയാ, നമ്മുടെ ശിവരാത്രിയുടെ ഒക്കെ ഹോളിഡേസ് ആയിരുന്നില്ലേ? മറന്നു പോയിട്ടുണ്ടാവും. ഓക്കെ, ഞാൻ എന്നാലും ഒന്നും കൂടി സ്റ്റാർട്ട് ചെയ്യാം. മെന്റൽ ഹെൽത്ത് ആണ്. ഞാനിവിടെ മെന്റൽ ഹെൽത്തിന്റെ ഡെഫിനേഷൻ ഇവിടെ അയച്ചിട്ടുണ്ട്. കാണാൻ പറ്റുന്നുണ്ട് എല്ലാവർക്കും? കാണാൻ പറ്റുന്നുണ്ട്. കാണാൻ പറ്റുന്നുണ്ട്. ഇനി അത് വായിക്കാം കേട്ടോ. നമ്മുടെ ടെസ്റ്റിൽ മെന്റൽ ഹെൽത്തിനെ കുറിച്ച് ഡെഫിനേഷൻ ആയിട്ട് പറയുന്നില്ല. പക്ഷെ മെന്റൽ ഹൈജീനിലേക്ക് നമ്മൾ കിടക്കുന്നതിന് മുമ്പായിട്ട് എന്താണ് മെന്റൽ ഹെൽത്ത് എന്ന് അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്. Mental health is a state of mental well-being that enables the people to cope with the stress of his life, release their ability, learn well and work well and contribute to their community. ജീവിതത്തിലെ സമ്മർദ്ദങ്ങളെ, നമുക്ക് സ്ട്രെസ് ഉണ്ടാവും ചിലപ്പോൾ ഭയങ്കരമായിട്ട്. ചില സമയങ്ങളിൽ ഞങ്ങൾക്ക് ടീച്ചർമാര് ടീച്ചറാകുമ്പോ നിങ്ങൾ ഇതിലേക്ക് വരും. കാരണം ചില പോർഷൻസ് തീരാണ്ടാവുമ്പോ നമ്മളുടെ മേലൊരു എന്താ പറയാ ഒരു സ്ട്രെസ് നമുക്ക് വരാറുണ്ട്. സോ അങ്ങനെ നമ്മൾ എന്തുണ്ടാവും, ഇതേപോലത്തെ സ്ട്രെസ് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് ചില ടീച്ചർമാർക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ടീച്ചറാണ്. സോ നല്ല നല്ല മെന്റൽ ഹെൽത്ത് ഉള്ളവർക്കാണെങ്കിൽ, നല്ല മെന്റൽ വെൽബീയിങ് ആണെങ്കിൽ അവർക്ക് ഈ സ്ട്രെസ്സുകൾ നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. ജീവിതത്തിലെ സമ്മർദ്ദങ്ങളെ നേരിടാനും സ്വന്തം കഴിവുകൾ തിരിച്ചറിയാനും നമുക്ക് എന്താണ് എബിലിറ്റി, നമുക്ക് എന്താണ് നമ്മുടെ പാഷൻ, അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെയാണ് കഴിവുകൾ എന്ന് തിരിച്ചറിയണം. നന്നായി പഠിക്കാനും നന്നായി ജോലി ചെയ്യാനും, നന്നായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ പഠിക്കണം. അതേപോലെ നന്നായിട്ട് നമുക്ക് ജോലി ചെയ്യാനും സമൂഹത്തിന് സംഭാവന നൽകാനും ആളുകളെ നമ്മളെ പ്രാപ്തരാക്കുന്ന ഒരു മാനസിക ക്ഷേമാവസ്ഥയാണ് മാനസിക ആരോഗ്യം എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മെന്റൽ ഹെൽത്ത്, നമ്മൾ ഫിസിക്കൽ ഹെൽത്ത്, ഒരുപാട് കാര്യങ്ങൾ ഡീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹെൽത്ത് ആൻഡ് ഹൈജീൻ എന്നൊക്കെ പറയുന്ന ചാപ്റ്ററിൽ. പക്ഷെ ഞാൻ മൈൻഡിനെ കുറിച്ച് അവിടെ കൂടുതലായിട്ട് പറയാൻ നമുക്ക് ഈ ഒരു ചാപ്റ്റർ ഡീൽ ചെയ്യുന്നുണ്ട്. മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, പല ചാപ്റ്ററിലായിട്ട് പഠിച്ചിട്ടുണ്ടാവും. മെന്റൽ സൗണ്ട് മൈൻഡ് ഈസ് ഓൺലി സൗണ്ട് ബോഡി. ഒരു നല്ല സൗണ്ട് മൈൻഡ് ഉള്ള സൗണ്ട് ബോഡിയിൽ മാത്രമേ നല്ല സൗണ്ട് മൈൻഡ് ഉണ്ടാവുള്ളൂ. ഓക്കെ,
അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നമ്മളുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്, നമ്മുടെ ഫീലിങ്സ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റി നല്ല രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് മെന്റൽ ഹെൽത്ത് ഓക്കെ ആണ്. മെന്റൽ ഹെൽത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ആവട്ടെ, ക്യാരക്ടർ ഡെവലപ്മെന്റ് ആവട്ടെ, ആ ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണ്? മെന്റൽ ഹെൽത്ത് ആണ്. സോ മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിന്റെ തന്നെ പാർട്ടാണ്. നമുക്ക് ഞാൻ പറഞ്ഞില്ലേ എന്തൊക്കെ കാര്യങ്ങളുണ്ട്, നമുക്ക് നല്ല ആരോഗ്യമുണ്ട്, നല്ല ഫുഡ് ഉണ്ട്, കുറെ പൈസ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് മെന്റൽ ഹെൽത്ത് നിങ്ങൾ കിട്ടണമെന്നില്ല. മെന്റൽ ഹെൽത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് അച്ചീവ് ചെയ്യണം. നിങ്ങൾ പഠിച്ചില്ലേ നീഡ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ സേഫ്റ്റി, സെക്യൂരിറ്റി, അങ്ങനെ ഒരുപാട് നീഡിലായിട്ട് നമ്മൾ ഏറ്റവും അവസാനം ഏത് നീഡ് അച്ചീവ് ചെയ്യണമെങ്കിൽ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. സോ അതാണ് ഒരു വ്യക്തിയുടെ മെന്റൽ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ഏറ്റവും മൈൻഡിന് എന്ത് കാര്യം നമ്മൾ നേടാം, പക്ഷെ നമ്മുടെ മൈൻഡിന് സന്തോഷം തരുന്ന അല്ലെങ്കിൽ മൈൻഡ് ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് അച്ചീവ് ചെയ്യുമ്പോൾ നമുക്ക് കൈവരിക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരും ഈ ഒരു കോഴ്സിന് ചേർന്നത് പല സാഹചര്യം കൊണ്ടായിരിക്കും. ഒരു ഇൻകം ഏൺ ചെയ്യണം, അല്ലെങ്കിൽ സ്വന്തം കാലിൽ നിൽക്കണം, അങ്ങനെ പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നവരാണ്, പല എയിമുകളായിട്ടാണ് നമ്മൾ ഇവിടെ വന്നത്. ഇത് നമ്മൾ ഒരുമിച്ച് ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ട് കുറെ ഒരു 6 മാസത്തോളം ആവുന്നു, 4 months 5 months ഒക്കെ ആവുന്നു. സോ നിങ്ങളുടെ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് എന്താണ്? ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ഈ ഒരു ജോലി നേടണം, സമൂഹത്തിൽ നല്ലൊരു ഇമേജോടെ ജീവിക്കണം, അത് നിങ്ങളുടെ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ പ്രേരിക്കുന്നത്, നമ്മുടെ ഓരോ ആക്ടിവിറ്റീസ് ചെയ്യുന്നത്. മെന്റൽ ഹെൽത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടാണ് മെന്റൽ ഹെൽത്ത്. നമ്മുടെ മൈൻഡ് നമ്മുടെ കൺട്രോളിലായിരിക്കണം. എപ്പോഴും നമ്മുടെ മൈൻഡ് നമ്മുടെ കൺട്രോളിൽ തന്നെ ആവണം, അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമായിരിക്കും. ഒരാളുടെ മെന്റൽ ഹെൽത്ത് ഓക്കെ അല്ലെങ്കിൽ അദ്ദേഹത്തിന് പല പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. ഹെൽത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ടെൻഷൻ കൂടുതലാണ്, എക്സാം ഒക്കെ വരുമല്ലോ, അപ്പൊ ടെൻഷൻ കൂടുതലാണ്. അപ്പൊ ടെൻഷൻ വരുമ്പോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ ആൾക്കാർക്ക് ചിലവർക്ക് ഫുഡ് കഴിക്കുന്നത് കുറവായിരിക്കും. ഞാൻ ഓപ്പോസിറ്റ് ആണ്. എനിക്ക് ടെൻഷൻ വന്നാൽ ഞാൻ ഒരുപാട് ഫുഡ് കൺസ്യൂം ചെയ്യും, ഒരുപാട് ഭക്ഷണം കഴിക്കും. അത് സാധാരണ ഞാൻ അതേ കഴിക്കാറില്ല ഫുഡ്, പക്ഷെ സാധാരണ ഞാൻ ടെൻഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഒത്തിരി ചോറ് കഴിക്കും. അപ്പൊ അമ്മ ചോദിക്കും, നിങ്ങൾക്ക് നല്ല ടെൻഷൻ ഉണ്ടാടി, നീ തിന്നാ ഭക്ഷണം കഴിക്കണേ? എനിക്ക് വിശക്കണം അമ്മ, എനിക്ക് ചോറ് താന്ന് പറഞ്ഞിട്ട് ഞാൻ വേഗം കഴിക്കും. എന്ന് വെച്ചാൽ അമ്മയ്ക്കറിയാം ജസ്റ്റ് എക്സാം ആണ്, എക്സാമിന് മുമ്പുള്ള ഫുഡ് കഴിക്കലാണ്. ഭയങ്കര ടെൻഷൻ ആവുമ്പോൾ ഞാൻ കഴിക്കുന്ന എന്റെ ഒരു ശീലാണ് ഫുഡ് ഭയങ്കരമായിട്ട് കൺസ്യൂം ചെയ്യും, ഭയങ്കരമായിട്ട് കഴിക്കും. അതിന്റെ ടെൻഷൻ കൊണ്ടാണ്, സ്ട്രെസ് മാനേജ്മെന്റ് ആണ്. എനിക്കൊക്കെ അറിയാം, പക്ഷെ എന്നാലും ആ ഒരു ടെൻഷൻ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ടെൻഷൻ വന്നതിന് ചിലവർക്ക് വയറുവേദന, ചിലവർക്ക് വോമിറ്റിങ്, അങ്ങനെ ചിലവർക്ക് തലവേദനയായിരിക്കും. ഒത്തിരി ടെൻഷനൊന്നും ഹാൻഡിൽ ചെയ്യാനായിട്ട് ചിലവർക്ക് പറ്റില്ല. അപ്പൊ എത്രയും പെട്ടെന്ന് ആ ഒരു ടെൻഷനിൽ നിന്ന് ഓവർകം ചെയ്ത് വരുന്ന വ്യക്തികൾ ഉണ്ടാവില്ലേ, അപ്പൊ എന്തോരം ടെൻഷൻ ഉണ്ടെങ്കിലും അവർ ഹാപ്പി ആയിട്ട് നമ്മളോട് സ്മൈൽ ചെയ്തുകൊണ്ടാണ് സംസാരിക്കുന്നത് അല്ലെങ്കിൽ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ അവരുടെ മെന്റൽ ഹെൽത്ത് നല്ല സെറ്റ് ആയിരിക്കും. മെന്റൽ ഹെൽത്ത് ഹൈ ആയിരിക്കും. പക്ഷെ ഒരു ചെറിയ ജീവിതത്തിൽ വരുന്ന ഒരു ചെറിയ ടെൻഷൻ പോലും നമുക്കത് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും. എനിക്ക് തോന്നുന്നു സ്ത്രീകൾ അത് അപേക്ഷിച്ച് ഭയങ്കര ലക്കിയാണ്. നമുക്ക് മെന്റൽ ഹെൽത്ത് കൂടുതലാണെന്ന് തോന്നുന്നുണ്ട് ഇല്ലേ? സ്ത്രീകൾക്ക് എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും പുരുഷന്മാരെക്കാളും നന്നായിട്ട് അത് ഹാൻഡിൽ ചെയ്യാനായിട്ട് ആരെ കൊണ്ട് പറ്റും? സ്ത്രീകൾക്ക് പറ്റും. നമുക്ക് ഒരുപാട് പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്കത് ഓവർകം ചെയ്ത് നാളത്തേക്ക്, അല്ലെങ്കിൽ നമുക്കത് മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ന് ഹൈഡ് ചെയ്യാനോ, അല്ലെങ്കിൽ നമ്മുടെ ടെൻഷൻ മാറ്റി വെച്ചിട്ട് നമ്മളുടെ വർക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ട് ആർക്ക് പറ്റും? സ്ത്രീകൾക്ക് പറ്റും. പക്ഷെ പുരുഷന്മാർക്ക് അങ്ങനത്തെ കഴിവ് കുറവാണ്. മെന്റൽ ഹെൽത്ത് അത്ര ഓക്കെ അല്ല. ചിലവരെന്താ വെച്ചാൽ എന്തെങ്കിലും ചെറിയ സിറ്റുവേഷൻ വരുമ്പോൾ തന്നെ പെട്ടെന്ന് തളർന്നു പോകും. അവർക്ക് ഒരു സപ്പോർട്ട് വേണം. എപ്പോഴും പുരുഷന്മാർക്ക് എന്തോരം സപ്പോർട്ടാണ്. പക്ഷെ നമ്മൾ സ്ത്രീകൾ കുറച്ചു പേരെങ്കിലും ഭാഗ്യവാന്മാരാണ്. നമുക്ക് മെന്റൽ ഹെൽത്ത് ഓക്കെ സ്ട്രോങ് ആണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, എനിക്ക് ഡിപ്രഷൻ വന്ന സമയത്ത് അതെനിക്ക് മനസ്സിലായി, ഡിപ്രഷൻ ആണ്, എന്റെ മെന്റൽ ഹെൽത്ത് ഓക്കെ അല്ല, എന്റെ മൈൻഡ് ഓക്കെ അല്ല എന്ന് ഞാൻ തന്നെ മനസ്സിലാക്കി. അത് ഓവർകം ചെയ്യാനായിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ഏത് കാര്യം എൻഗേജ് ചെയ്താലാണ് എനിക്ക് മെന്റൽ ഹെൽത്ത് ഓക്കെ ആവുന്നത്, അല്ലെങ്കിൽ ഞാൻ ഹാപ്പി ആയിരിക്കുന്നത് എന്ത് ചെയ്യുമ്പോഴാണ്. അപ്പൊ എനിക്ക് മനസ്സിലായി, ഹാപ്പി ആയിരിക്കുന്നപ്പോഴാണ്, ഞാൻ ടീച്ച് ചെയ്യുമ്പോഴാണ് എനിക്ക് ഹാപ്പിനെസ് കിട്ടുന്നത്. ആണോ? മിസ്സിനെ കാണാൻ പറ്റുന്നില്ലേ നിഷ? ബാക്കിയുള്ളവർക്കോ? കാണാം മിസ്സേ. നോക്കട്ടാ, റേഞ്ചിന്റെ പ്രശ്നമാണ്. അപ്പൊ മെന്റൽ ഹെൽത്ത് ഓക്കെ ആവണം. അപ്പൊ ഞാനിങ്ങനെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണ്? ടീച്ചിങ് ആണല്ലോ. അപ്പൊ എനിക്ക് ഞാൻ ഡിപ്രഷനിലേക്ക് പോകും എന്ന് തോന്നിയ സിറ്റുവേഷൻ വന്നാല് ആ ഒരു സിറ്റുവേഷൻ മുതൽ ഞാൻ എന്ത് ചെയ്യാൻ തുടങ്ങി? ടീച്ചിങ് തിരിച്ചു വരാൻ തുടങ്ങി. ഞാൻ എന്റെ ആ പാഷൻ തന്നെ കണ്ടെത്തി ഞാൻ തന്നെ ഫുൾ ടൈം ഞാൻ എൻഗേജ് ആവാനായിട്ട് മാക്സിമം ശ്രദ്ധിച്ചു. കാരണം കൂടുതൽ ടൈം ഞാൻ എന്ത് ചെയ്യാൻ നോക്കി?
എൻഗേജ് ആവാൻ നോക്കി. സോ ഒരു ദിവസം 24 മണിക്കൂർ തികയാത്ത പോലെ തോന്നാൻ തുടങ്ങി. അപ്പൊ എന്താണ്, നമ്മൾ എൻഗേജ്ഡ് ആണ്, നമുക്ക് വേറെ കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ട കാര്യം വരുന്നില്ല, നമ്മുടെ മൈൻഡ് ഭയങ്കര ഹാപ്പിയാണ്. ഞങ്ങൾക്ക് ക്ലാസ് എടുക്കുമല്ലോ, അപ്പൊ ക്ലാസ് എടുക്കുമ്പോൾ ക്ലാസ് കയറുമ്പോൾ തന്നെ ഭയങ്കര ഹാപ്പിനെസ്സോടെ വന്നത്. കാരണം ഈ ക്ലാസ് എടുക്കാൻ പറ്റുന്നുണ്ട്, ഈ ക്ലാസ് മിസ്സാവണ ഭയങ്കര വിഷമമാണ്. കാരണം എനിക്ക് എടുക്കാൻ പറ്റില്ല, ക്ലാസ് എടുക്കാൻ പറ്റില്ലല്ലോ. അത് എന്റെ ഹാപ്പിനെസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടീച്ചിങ് ആണ് എന്റെ ഹാപ്പിനെസ് ഞാൻ തിരിച്ചറിഞ്ഞു. അതേപോലെ തന്നെ നിങ്ങൾക്കും ഉണ്ടാവും. അതേപോലെ ആ സമയത്ത് ഞാൻ ഈ സ്ട്രെസ് മാനേജ്മെന്റ് അല്ലെങ്കിൽ ഈ ഒരു ഡിപ്രഷനെ ഓവർകം ചെയ്യാൻ വേണ്ടി ഞാൻ കുറെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്താ പറയാ, ക്രാഫ്റ്റിന്റെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും, കുറെ കാര്യങ്ങൾ ക്രാഫ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അത് ചെയ്യുമായിരുന്നു. അപ്പൊ ഡ്രീംസ് ക്യാച്ചർ ഉണ്ടാക്കും, അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ഞാൻ ചെയ്ത കാര്യങ്ങൾ. എന്ന് വെച്ചാൽ ഒരു ടൈം വെറുതെ ഇരിക്കാൻ പാടില്ല, കുറെ ടൈം ഇങ്ങനെ എൻഗേജ് ആവാൻ വേണ്ടി തന്നെ ശ്രമിച്ചു. അപ്പൊ ആ സമയത്ത് എനിക്ക് എന്താ പറയാ ഭയങ്കര ഹാപ്പിനെസ്, കുഴപ്പമില്ല, പഴയതിനേക്കാളും എന്റെ മെന്റൽ ഹെൽത്ത് ഓക്കെ ആണ് എന്ന് തോന്നി. അതുകൊണ്ട് എനിക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് കേട്ടോ. നിങ്ങൾ എന്നൊന്ന് ഒബ്സർവ് ചെയ്ത് നോക്കൂ, സ്ത്രീകൾക്ക് പ്രഡിക്ഷൻ കപ്പാസിറ്റി കൂടുതലായിരിക്കും. നമ്മളിപ്പോ ഭാവിയിൽ എന്താണോ വരാൻ പോകുന്നതെന്നുള്ളത് മുൻകൂട്ടി കാണാനും പ്രെഡിക്റ്റ് ചെയ്യാനും നമുക്കൊരു കഴിവുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ അത്? നമ്മളത് ശ്രദ്ധിച്ചിട്ടേ ഇല്ലേ? നമ്മൾ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ അതായത് എന്തോ തെറ്റാണെങ്കിൽ അത് നമുക്ക് മുൻകൂട്ടി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അബദ്ധം പറ്റാണെങ്കിൽ അത് മുൻകൂട്ടി അറിയാൻ പറ്റുമോ? തോന്നാറില്ല? നമ്മുടെ ഉൾമനസ്സിന്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ പറയൂലേ, അതിന് എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ, എന്തോ ഒരു മിസ്റ്റേക്ക് ആണല്ലോ എന്ന് നമ്മുടെ ഉള്ളിലെ മനസ്സിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. എനിക്ക് അങ്ങനെ തോന്നാറുണ്ട്. സോ അത് നല്ല മെന്റൽ ഹെൽത്ത് ഉള്ളവർക്ക് പറ്റുന്ന ഒരു കാര്യമാണ്. കാരണം അതേപോലെ നമുക്ക് മാനസിക ആരോഗ്യം എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. ശാരീരിക ആരോഗ്യം പോലെ തന്നെ ഫിസിക്കൽ ഹെൽത്ത് പോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഏത് മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. മെന്റൽ ഹൈജീൻ ആണ് നമ്മുടെ കൺസെപ്റ്റ്. മെന്റൽ ഹൈജീൻ എന്ന് പറഞ്ഞിട്ട് ഈ മാനസിക ആരോഗ്യം നേടുന്നതിന് മാനസിക രോഗങ്ങൾ ഒഴിവാക്കുന്ന ഒരു ശാസ്ത്രമാണ്, ഒരു സയൻസ് ആണ് ഇത് മെന്റൽ ഹൈജീൻ എന്ന് പറയുന്നത്. മെന്റൽ ഹെൽത്ത് ഈസ് എ സയൻസ് which deals with the process of attaining mental health and averting the mental illness. അസുഖങ്ങൾ വരും, ശാരീരിക അസുഖങ്ങൾ വന്നാൽ മരുന്ന് കഴിച്ചാൽ മാറില്ല. അതേപോലെ തന്നെ നമുക്ക് മാനസികമായിട്ടുള്ള രോഗങ്ങൾ വരും, ഡിപ്രഷൻ, സ്ട്രെസ്, അതേപോലെ തന്നെ ഒരുപാട് രോഗങ്ങൾ വരും. പക്ഷെ അത് നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു അതനുസരിച്ചിരിക്കും നമ്മുടെ മെന്റൽ ഹൈജീൻ എന്ന് പറയുന്നത്. ഓക്കെ, മെന്റൽ ഹൈജീൻ ഒരു സയൻസ് ആണ്. സോ നമ്മുടെ ഇമോഷണൽ, സോഷ്യൽ, സൈക്കോളജിക്കൽ വെൽബീയിങ് ആണ് മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. നിങ്ങൾ ഇമോഷണൽ ഡെവലപ്മെന്റ് ഒക്കെ ഒരുപാട് പഠിച്ച കുട്ടികളാണ്, ആ ചാപ്റ്റേഴ്സ് ഒക്കെ കഴിഞ്ഞതല്ലേ. സൈക്കോളജി, ഇമോഷണൽ ഡെവലപ്മെന്റ് ഒക്കെ കഴിഞ്ഞപ്പോഴാണ് ഈ മെന്റൽ ഹെൽത്തിനെ കുറിച്ച് നമ്മൾ വീണ്ടും പറയുന്നത്. നമ്മൾ നല്ല രീതിയിൽ കാര്യങ്ങൾ ചിന്തിക്കും, നല്ല രീതിയിൽ പ്രവർത്തിക്കും, ഓരോ കാര്യങ്ങളും അനലൈസ് ചെയ്ത് ഒബ്സർവ് ചെയ്ത് നമ്മളത് മനസ്സിലാക്കാനായിട്ട് തുടങ്ങും. സോ നമ്മൾക്ക് നല്ല മെന്റൽ ഹെൽത്ത് ആണ്. നമുക്ക് ദേഷ്യം വരും, ദേഷ്യം വരുമ്പോഴും സന്തോഷം വരുമ്പോഴും എടുക്കുന്ന തീരുമാനങ്ങൾ കറക്റ്റ് ആയിരിക്കും. ഭയങ്കരമായിട്ട് ദേഷ്യം വന്നിരിക്കുന്ന സിറ്റുവേഷനിലും അതേപോലെ നല്ല സന്തോഷമുള്ള സമയത്തും എടുക്കുന്ന തീരുമാനങ്ങൾ കറക്റ്റ് ആയിരിക്കും? അല്ല. അതുകൊണ്ടാണ് നമ്മളോട് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും കുറച്ച് ശാന്തമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ എടുക്കണം. ദേഷ്യം വരുമ്പോൾ, സന്തോഷം വരുമ്പോൾ തീരുമാനങ്ങൾ എടുക്കരുതെന്ന് പറയുന്നത്. അതെന്താണ്? നമ്മുടെ മെന്റൽ ഹെൽത്ത് അപ്പൊ ഡിസ്റ്റർബ് ആണ്. മൈൻഡ് ഡിസ്റ്റർബ് ആയിരിക്കുമ്പോൾ ഒരു ഡിസിഷനും എടുക്കാനായിട്ട് പാടില്ല. നമ്മുടെ മൈൻഡ് ഡിസ്റ്റർബ് ആണോ എന്നെങ്കിലും നമ്മൾ എന്ത് ചെയ്യരുത്, നമ്മൾ ഒരു തീരുമാനങ്ങൾ എടുക്കരുത്. നോട്ട് ടേക്ക് നമ്മൾ ഇമ്പോർട്ടന്റ് ഡിസിഷൻസ് ഒന്നും എടുക്കരുത്. ഇപ്പൊ നമ്മൾ വിചാരിക്കും നമ്മുടെ ഈ സ്റ്റേജിൽ ആൾക്കാർ മാത്രമാണ് മെന്റൽ ഹെൽത്ത് ഉള്ളത്. അല്ല, ഒരു കുട്ടിയുടെ ഒരു ചൈൽഡ് മുതൽ സ്റ്റേജസ് ഓഫ് ലൈഫ് പഠിച്ചിട്ടുണ്ട്. ചൈൽഡ്, അഡോളസെന്റ്, ഇൻഫന്റ്, ചൈൽഡ്, അഡോളസെന്റ്, അങ്ങനെ ഓരോ സ്റ്റേജസ് ഉണ്ടല്ലോ. ഓൾഡ് ഏജ്, ആ എല്ലാ സ്റ്റേജസ് ഓഫ് ലൈഫിലും ഈ മെന്റൽ ഹെൽത്ത് ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ഒട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു ഏജ് ആണ് അഡോളസെന്റ് ഏജ് എന്ന് പറയും. ആ സമയത്തും മെന്റൽ ഹെൽത്ത് അവർക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചിലവരിലെ എക്സാം ഫിയർ, കുട്ടികൾ നമ്മൾ എപ്പോഴും കാണുന്ന ഒരു പ്രശ്നമാണ് എക്സാം ഫിയർ. ഇപ്പൊ ഞങ്ങളുടെ വീടിന്റെ അടുത്ത് ഒരു കുട്ടി +10th അവന് ഫുൾ A+ ആണ്, +1 ഫുൾ A+ ആണ്. +2 എക്സാമിന്റെ തലേന്ന് അവൻ ആത്മഹത്യ ചെയ്തു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ മരിക്കാനുള്ള കാരണം? എക്സാമിന്റെ ടെൻഷൻ കാരണം ആണ് എന്നാണ് ഫ്രണ്ട്സ് പറഞ്ഞത്. ഞാൻ ചോദിച്ചു, എന്താ അങ്ങനെ? അവന് മാർക്ക് കുറവായിരുന്നു? ഇല്ല മിസ്സേ, അവന് +1 10th ഫുൾ A+ ആണ്, +1 ഫുൾ A+ ആണ്. പക്ഷെ എക്സാമിന്റെ ഫിയർ, ടെൻഷൻ, ആ ഒരു ഇതില് അവന് പറ്റുന്നില്ല. ആ ഒരു ടെൻഷനിൽ അവൻ ചെയ്തതാണ്. അപ്പോ വളരെ ഇമ്പോർട്ടന്റ് ആണ് മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ സംബന്ധിച്ചത്. നമ്മൾ പറഞ്ഞ പോലെ ഗുഡ് മൈൻഡ് ഈസ് ഓൺലി ഗുഡ് ബോഡി.
ഒരു നല്ല മനസ്സ്, നല്ല ശരീരത്തിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. മൈൻഡും ബോഡിയും വളരെ റിലേറ്റഡ് ആണ്. മൈൻഡ് ശരിയാണെങ്കിൽ അല്ല ശരിയായ ഒരു വ്യക്തിയിൽ മാത്രമേ നല്ലൊരു ബോഡി ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ആ ബോഡി റിയാക്ട് ചെയ്യാൻ തുടങ്ങി. മെന്റൽ ഹെൽത്ത് വീക്ക് ആയിട്ടുള്ള ആൾക്കാരുടെ ബോഡി അത് റിയാക്ട് ചെയ്യും. അവർക്ക് ചിലപ്പോൾ എന്താ പറയാ സ്റ്റൊമക് കേക്ക് അങ്ങനത്തെ പല പല പ്രശ്നങ്ങളും വരും. അപ്പോൾ ചിലവർക്ക് ഉറക്കം നഷ്ടപ്പെട്ടു പോകും. ചിലവർക്ക് ടെൻഷൻ കാരണം ഭയങ്കര വിശപ്പായിരിക്കും. ചിലവർക്ക് ഭയങ്കര തലവേദന വരും. ടെൻഷനാണ്, ഓവർ ടെൻഷനാണ്, ഭയങ്കര ഹെഡേക്ക് ആണെന്നൊക്കെ പറയും. ചിലവർക്ക് വയറുവേദന. അങ്ങനെ പല രീതിയിൽ നമ്മുടെ ബോഡി അതിനെന്ത് ചെയ്യാൻ തുടങ്ങും, റിയാക്ട് ചെയ്യാൻ തുടങ്ങും. ഒരു വ്യക്തി നല്ല രീതിയിൽ സ്ട്രെസ് മാനേജ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് നല്ല മെന്റൽ ഹെൽത്ത് ആണെന്ന് നമുക്ക് പറയാം. But someone who don't have managed stress properly have low mental health. ഞാനിപ്പോ പഠിച്ചതിൽ വെച്ചിട്ട് അല്ലെങ്കിൽ കണ്ടതിൽ വെച്ചിട്ട് ആൾക്കാരെ കണ്ടതിൽ വെച്ചിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് സ്ത്രീകൾക്ക് മെന്റൽ ഹെൽത്ത് അത്യാവശ്യം നല്ലതാണ്. അവർക്ക് പ്രശ്നങ്ങൾ, അവരുടെ സ്ട്രെസ് മാനേജ് ചെയ്യാനായിട്ട് കുറച്ചും കൂടി കഴിവുണ്ട് എനിക്ക് തോന്നാറുണ്ട്. പക്ഷെ പുരുഷന്മാരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അവർക്ക് അത്രയും സ്ട്രെസ് മാനേജ്മെന്റ് അത്രയും ആക്ട് അല്ല എന്ന് എനിക്ക് തോന്നാറുണ്ട്. അത് എന്റെ ഒരു വിലയിരുത്തലാണ്. നിങ്ങൾ നോക്കണം ഈ ഒരു മെന്റൽ ഹെൽത്ത് ഏറ്റവും നന്നായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ആരാണ്, അല്ലെങ്കിൽ സ്ട്രെസ് ഒക്കെ ആരാണ് മാനേജ് ചെയ്യുന്നത് നോക്കണം. ഓക്കെ, അസുഖം വന്ന് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ചികിത്സിക്കാറുണ്ട്. അതേപോലെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമുക്ക് മനസ്സിന് വിഷമം വന്ന് നമ്മൾ അതിനെ എന്ത് ചെയ്യണം, ട്രീറ്റ്മെന്റ് എടുക്കണം. അതേപോലെ തന്നെ ഒരു പ്രശ്നമാണ് നമ്മൾ കുട്ടികളുടെ മുമ്പിൽ വെച്ചിട്ട് നമ്മളെ പാരന്റ്സ് തമ്മിൽ വഴക്കിടാൻ പാടില്ല. ഓക്കെ, അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ മുമ്പിൽ വെച്ച് വഴക്കിടുമ്പോൾ അവരുടെ ചെറുപ്പത്തിലെ അവരുടെ മനസ്സിൽ ആ ഒരു ഇമേജ് സ്റ്റോറിയാണ്. അവരുടെ മനസ്സിൽ ഇങ്ങനെയാണ് ലൈഫ്, കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ വഴക്കിടാം, തല്ലൊടിക്കാം, അങ്ങനെയാണെന്ന് അവരുടെ ചെറിയ മനസ്സിൽ തന്നെ സ്റ്റോറിയാണ്. നമുക്ക് ഹസ്ബൻഡായിട്ട് നിങ്ങൾക്ക് തല്ലൊടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ റൂമിൽ ചെന്ന് സംസാരിക്കാം. വഴക്ക് പറയാനാണെങ്കിൽ കുട്ടികളുടെ മുമ്പിൽ നിന്ന് കുറച്ച് മാറി നിൽക്കാം. അല്ലാതെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ കുട്ടികളോടൊക്കെ പറയാ, ചെറിയ ചെറിയ തമാശ അല്ല വഴക്കുകളൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഇല്ലേടാ, പ്രശ്നം തന്നെ എവിടാണെന്ന് അറിയാമോ, ടോക്സിക് ആയിട്ടുള്ള ഫാമിലീസ് ഉണ്ടാവും. ചില ഫാമിലീസ് ഭയങ്കരമായിട്ട് എന്താ പറയാ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, വഴക്കും ദേഷ്യം അങ്ങനെ ഭയങ്കര അടിപിടിയൊക്കെ ഉള്ള ചില ഫാമിലീസ് ഉണ്ട്. നമ്മൾ എല്ലാ ഫാമിലിയും അങ്ങനെ അല്ല, അങ്ങനെയൊന്നും അല്ല മിസ് എന്ന് പറഞ്ഞാലും അങ്ങനെയുള്ള ഫാമിലീസ് ഒക്കെ ഉണ്ട്. അപ്പൊ അവിടെ ജീവിക്കുന്ന കുട്ടികളുടെ മൈൻഡ് നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കണം. അവർ ഭയങ്കര ഡിപ്രസ്ഡ് ആയിരിക്കും, അവർക്ക് ഒരു കാര്യത്തിൽ കോൺസെൻട്രേഷൻ കിട്ടില്ല. കുട്ടികൾ മെയിൻ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം, കാരണം അവരാണ് നമ്മുടെ എന്താണ് ഭാവി തലമുറ. അതേപോലെ തന്നെ നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് ഈ വരാൻ പോകുന്ന ജനറേഷൻ ആണ്. സോ നമ്മൾ അവർക്ക് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുക, അവർക്ക് കൂടുതലായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അവരെ വഴക്ക് നമ്മളിപ്പോ ഞാൻ ആദ്യമല്ല ഞാൻ മോള് വഴക്ക് പറയാനായിട്ട് നോക്കൂട്ടോ. വഴക്ക് പറയാനായിട്ട് ഞാൻ ദേഷ്യം തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. നല്ല കുരുത്തക്കേടാണ് ആൾക്ക്. അപ്പൊ എന്നെ മെയിൻ ആയിട്ട് വിഷമിപ്പിക്കാൻ അല്ലെങ്കിൽ ദേഷ്യം വരുന്ന കാര്യം വെച്ചാൽ പൗഡർ ഉണ്ടല്ലോ, പൗഡറിന്റെ ടിന്ന് അവൾ കൊട്ടിയിട്ട് ബെഡിലിട്ടിരിക്കുകയാണ്. സോ ഞാൻ ചിലപ്പോ ഈ കാഴ്ചയാണ് പൗഡറിൽ രണ്ടു കൂടി കുളിച്ചിട്ടാണ്. അപ്പൊ എനിക്ക് ദേഷ്യം നന്നായിട്ട് വരുന്നുണ്ട്. പക്ഷെ ഞാൻ കൺട്രോൾ ചെയ്തിട്ട് ബ്രീത്ത് ഔട്ട്, അതാണ് എന്റെ മെയിൻ ആയിട്ടുള്ള ഹോബി. രണ്ട് നല്ല കുടുംബന്മാരാണ് ബ്രീത്ത് ഔട്ട്. അപ്പോഴേക്കും ഞാൻ ഒന്ന് കൂളായിട്ടുണ്ട്. ഞാൻ അപ്പോഴേക്കും കരച്ചിലായി. ഞാൻ ചീത്ത പറയുമെന്ന് പേടിച്ചിട്ട് ഭയങ്കര കരച്ചിൽ. ഞാൻ പറഞ്ഞു എന്താ ചെയ്തേന്ന് ചോദിച്ചോളൂ. അപ്പഴേ കുട്ടി കരഞ്ഞു. അപ്പൊ അത് ഞാൻ മാറ്റി. എന്ത് ചെയ്തു, കുഞ്ഞിക്കുട്ടികളല്ലേ അങ്ങനെ ചെയ്യും, എനിക്കറിയാം, കുഞ്ഞു പിള്ളേരല്ലേ അവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യണ്ടേ, അവര് പിന്നെ എങ്ങനെ അവർ വികൃതി കാണിക്കണം എന്നൊക്കെ പറഞ്ഞ് സോപ്പിടും. എന്നുവെച്ചാല് നമുക്ക് എന്താവും ആ ദേഷ്യവും ആ ഒരു പെട്ടെന്ന് വരുമ്പോ ഭയങ്കര ദേഷ്യമായിരിക്കും നമുക്ക് തോന്നുന്നത്. പക്ഷെ നമ്മളത് കൺട്രോൾ ചെയ്ത് കാമായിട്ട് വേണം കുട്ടികളോട് ഹാൻഡിൽ ചെയ്യാൻ. നമ്മള് നാളെ ഇത്രയും കുട്ടികൾ ടീച്ചേഴ്സ് ആയിട്ട് നമ്മള് എന്താണ് ടീച്ചേഴ്സ് ആയിട്ടല്ല ഫാക്കൽറ്റീസ് ആയിട്ടാണ് മാറാൻ പോകുന്നത്. നമ്മള് ലൈഫിൽ ഓരോ ദിവസവും ഇതേപോലെ ഇത്രയും ഹൈറ്റിലുള്ള സിറ്റുവേഷൻസ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. നമ്മുടെ മെയിൻ എന്താ പറയുക ജോബ് എന്ന് പറഞ്ഞാൽ ഇതേപോലത്തെ പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരാണെങ്കിൽ നമ്മളത് മാക്സിമം നമ്മുടെ മൈൻഡ് കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. എന്റെ കുട്ടികളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് നിങ്ങൾ വിചാരിക്കും പൗഡറിന്റെ ടിന്നല്ലേ കുട്ടികളെ, ഇത് എത്രാമത്തെ വട്ടായിരിക്കും എന്നറിയാമോ, എല്ലാ പ്രാവശ്യം വാങ്ങിക്കും അവരത് മേത്തിട്ടേ ഇല്ല തോന്നുന്നു. പൗഡർ ടിന്ന് കൊട്ടി കെട്ടുമ്പോ അല്ലെങ്കിൽ നടന്നു വരുന്ന സമയത്ത് തുടച്ചാലും പോലെങ്കിൽ ഭയങ്കര വിഷമം തോന്നാറുണ്ട്. പക്ഷെ ഞാനത് ചീറ്റൊന്നും പറയില്ല കേട്ടോ. ഇപ്പൊ വികൃതി കാണിച്ചു കഴിഞ്ഞാലും എന്റെ അമ്മയുണ്ടല്ലോ, എന്റെ അമ്മ പറയും നല്ല അടി വെച്ച് കൊടുക്കണം അവർക്ക്, അവള് വികൃതി കാണിച്ചു എന്ന് പറഞ്ഞിട്ട് അമ്മ ചീത്ത പറയും. പക്ഷെ ഞാൻ അവളൊന്നും പറയില്ല. കുഞ്ഞുവാ കുഴപ്പമൊന്നുമില്ല, കുഞ്ഞു ബസ്സിലെ ഞാൻ വഴക്ക് പറയാറേ ഇല്ല. അങ്ങനെ വഴക്ക് പറയേണ്ട സാഹചര്യമാണെങ്കിലും ഞാൻ അങ്ങനെ വഴക്കെന്നുള്ള രീതിയിലല്ല പറയാം, കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കാം. ഞാൻ ചെയ്യാൻ പാടില്ല. കൊച്ചെറുക്കനെ അവള് ഉപദ്രവിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അവള് കൊച്ചെറുക്കനെ
എന്റെ ഇളയ മോന്റെ കയ്യിൽ മുത്തൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ പറയും, ഈ മുത്ത് വായ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊരു തൊണ്ടയിൽ കൊടുക്കും, ശ്വാസം കിട്ടാണ്ടാവും, അപ്പൊ കൊച്ചെറുക്കന് അങ്ങനെ പറ്റൂലേ, അങ്ങനെയാണ് ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ ഇത് ചെയ്യും. അമ്മയൊക്കെയാണ് കയ്യിൽ അടുത്തെങ്കിൽ അമ്മ പറയും ഭയങ്കര ചീത്തയൊക്കെ പറയും. സോ ഞാൻ മാക്സിമം വഴക്ക് പറയാത്ത രീതിയിലാണ് കുട്ടികളെ ഹാൻഡിൽ ചെയ്യാറ്. ഇതിൽ വഴക്ക് പറയുകയാണെങ്കിൽ തന്നെ ചിരിച്ചുകൊണ്ട് ആ ഒരു ഇതിൽ തന്നെ പറയാനാ ശ്രമിക്കാറ്. മറ്റുള്ളവർക്ക് ഹേർട്ട് ആവാത്ത രീതിയിൽ ശ്രമിക്കാറുണ്ട്. മാക്സിമം ഞാൻ അങ്ങനെ തന്നെ ട്രൈ ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പം മെന്റൽ ഹെൽത്ത് കുട്ടികളും ഇപ്പൊ മുതിർന്നവരുടെ കാര്യത്തിലായാലും കുട്ടികളുടെ കാര്യത്തിലായാലും വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മളിപ്പോ മെന്റൽ ഹെൽത്ത് ഇസ് എ സയൻസ് വിച്ച് ഡീൽസ് വിത്ത്, ഇതാരാ വായിക്കുന്ന ഈ പാരഗ്രാഫ്? ആരെങ്കിലും വായിക്കും ഒരാള്? ഒരാള് വായിക്കോ? മെന്റൽ ശ്രീലക്ഷ്മി വായിക്കും. എന്താണ് അതെടുത്താണ്? അല്ല മിസ്സേ, വായിക്കാൻ രണ്ടാൾക്കാരൊപ്പം വന്ന ശ്രീലക്ഷ്മി വായിച്ചോട്ടെ. ശ്രീലക്ഷ്മി വായിച്ചോട്ടെ. നെക്സ്റ്റ് ജെയിംസ് മോൻ വായിക്കാട്ടോ. Mental health is a science which deals with the process of attaining mental health and averting mental illness. It attempts to develop and apply principles and techniques for the preservation and promotion of mental health, as well as for the prevention and the treatment of mental health, ultimately leading to an adequate ma'am adjustment and well-balanced development of one's personality. Mental hygiene is a manner of life in which the individual's adjustment to his atmosphere is maintained intact. According to Crow and Crow, mental hygiene is a science that deals with human welfare and pervades all fields of human relationship. ഓക്കെ, നിങ്ങൾ ക്രോയിനെ കുറിച്ച് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? എഡ്യൂക്കേഷൻ സൈക്കോളജി ഒക്കെ കഴിഞ്ഞവരാണ്. കേട്ടിട്ടില്ലേ? ഫുൾ നെയിം ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എഡ്യൂക്കേഷൻ സൈക്കോളജി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, രണ്ട് എഡ്യൂക്കേഷൻ സൈക്കോളജിസ്റ്റുകളാണ് ക്രോ ആൻഡ് ക്രോ എന്ന് പറയുന്നത്. ഫുൾ നെയിം പറഞ്ഞിരുന്നോ? ഓക്കെ, ലെസ്റ്റർ ബി ക്രോയും ആലിസ് ബി ക്രോ എന്നാണ് അവരുടെ പേര്. ഫുൾ നെയിം. രണ്ട് വ്യക്തികളാണ്. അപ്പൊ അവർ പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെന്റൽ ഹൈജീൻ എന്ന് പറയുന്ന ഒരു സയൻസ് ആണ് വിച്ച് ഡീൽസ് വിത്ത് ഹ്യൂമൻ വെൽഫെയർ, that is all the field of human relationship. നമ്മളുടെ ഒരു സയൻസ് ആണ്, ഹ്യൂമൻ വെൽഫെയറിനെയാണ് അത് ഡീൽ ചെയ്യുന്നത്. പിന്നെ സ്പ്രെഡ് ഓൾ ദ ഫീൽഡ് ഓഫ് ഹ്യൂമൻ റിലേഷൻഷിപ്പ്, നമ്മളുടെ എല്ലാ റിലേഷൻഷിപ്പിലും ഈ ഒരു വെൽഫെയർ കാണണം. നമ്മൾക്ക് രണ്ട് ഹെൽത്തി റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ് മെന്റൽ ഹൈജീൻ എന്ന് പറയുന്നത്. നമുക്ക് രണ്ട് ടൈപ്പായിട്ട് റിലേഷൻഷിപ്പിനെ ക്ലാസിഫൈ ചെയ്യാം, ഹെൽത്തി റിലേഷനും ടോക്സിക് റിലേഷനും. ഒരിക്കലും നമ്മളുടെ റിലേഷൻഷിപ്പ് ടോക്സിക് ആണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം? അത് കട്ട് ചെയ്യാം, അത് ബ്രേക്ക് ചെയ്യാം, വേണ്ടാന്ന് വെക്കുക. നമ്മൾ എത്ര വേണ്ടപ്പെട്ട ആൾക്കാരാണെങ്കിലും ടോക്സിക് റിലേഷൻഷിപ്പിലേക്ക് ഒരു കാരണവശാലും നമ്മൾ എൻറ്റർ ആവാതിരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ എപ്പോഴും ഹെൽത്തി റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാം. ഇപ്പൊ പാരന്റ്സും കുട്ടികളായിട്ടും ഒരിക്കലും ടോക്സിക് ആവരുത്. സിബ്ലിങ്സ്, അതേപോലെ ഫ്രണ്ട്സുകൾ തമ്മിൽ, നമ്മുടെ ഹസ്ബൻഡും വൈഫും തമ്മിലൊന്നും ഒരിക്കലും ടോക്സിക് റിലേഷൻഷിപ്പ് ആവരുത്. അവിടെ നല്ല ഹെൽത്തി റിലേഷൻ ആയിരിക്കണം. നല്ല ഹാപ്പി ആയിട്ടുള്ള ഒരു ഹസ്ബൻഡും വൈഫും ആണ് അവിടെ വളർന്നു വരുന്ന കുട്ടികളുടെ മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ നല്ല ഹൈ ആയിരിക്കും. അല്ലെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ മെന്റൽ ഹെൽത്ത് ഉണ്ടാവും. പക്ഷേ എപ്പോഴും തല്ലുപിടുത്തവും എപ്പോഴും വഴക്കും എപ്പോഴും ബഹളവും ഉള്ള ഒരു ഫാമിലിയിൽ നിന്ന് വളർന്നു വരുന്ന കുട്ടിയുടെ മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് മെന്റൽ ഹൈജീൻ അത്ര പ്രോപ്പർ ആവണമെന്നില്ല. അത് കുറച്ച് എഫക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ആ കുട്ടീനെ ഇത് എഫക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ ഹെൽത്തി റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മുടെ മെന്റൽ ഹെൽത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മാക്സിമം നമ്മൾ എന്ത് ചെയ്യാൻ ശ്രദ്ധിക്കാം? നമ്മുടെ കുട്ടികൾക്ക് നല്ലൊരു അന്തരീക്ഷം,
നമ്മൾ നല്ലൊരു എൻവയോൺമെന്റ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. നല്ല സോഷ്യൽ, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ സോഷ്യൽ, സൈക്കോളജിക്കൽ, നല്ലൊരു ഹെൽത്തി എൻവയോൺമെന്റ് ആയിരിക്കും കുട്ടികൾക്ക് വേണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. ആ ഒരു ഇമോഷണൽ ഡെവലപ്മെന്റിൽ നമ്മൾ കൂടുതലായിട്ട് കാര്യങ്ങൾ കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കണം. കാരണം കുട്ടികളാണ്, അവരുടെ ഇമോഷൻസിന് നമ്മൾ കുറച്ചുകൂടി വാല്യൂ കൊടുക്കണം. അവരെ കുറിച്ചിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അവരുടെ കൂടി അഭിപ്രായം നമ്മളൊന്ന് കൺസിഡർ ചെയ്യുന്നത് നല്ലതായി. ഇനി എയിംസ് ആൻഡ് ഒബ്ജക്റ്റ് ഓഫ് മെന്റൽ ഹൈജീൻ ആണ് പറയുന്നത് കേട്ടാ, പറഞ്ഞു. The major objects of mental hygiene are prevention of mental disorders through an understanding of the relationship that exists between healthy personality development and life experiences, care of the mental health of the individual and of the group, the discovery and applications of medicinal measures to cure mental ailment. അലൈൻമെന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അസുഖങ്ങൾ എന്നാണ് അർത്ഥം വരുന്നത്. ആരോഗ്യകരമായ വ്യക്തിത്വ വികാസത്തിന് ജീവിത അനുഭവങ്ങളും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് ധാരണ ഉണ്ടാവുന്നത് നല്ലതാണ്. നമ്മൾ മാനസിക വൈകല്യങ്ങൾ തടയാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മാനസികമായിട്ടുള്ള അസുഖങ്ങൾ നമുക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്, ഓരോ സിറ്റുവേഷനെ കുറിച്ച് നന്നായിട്ട് അറിയാം, അപ്പൊ നമുക്ക് ഹാൻഡിൽ ചെയ്യാനുള്ള പ്രശ്നങ്ങൾ, ഈ എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ആൾക്കാർ ഒരുപാട് നമ്മൾ പറയാറില്ലേ, ഒരുപാട് ലോകം കണ്ട ആൾക്കാർക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടാവും, അവരുടെ മെന്റൽ ഹെൽത്ത് ഭയങ്കര കൂടുതലായിരിക്കും. നമ്മള് ആരോഗ്യകരമായിട്ടുള്ളൊരു വ്യക്തിയായിട്ട് മാറാനായിട്ട് നമ്മള് എന്താ പറയാ, ഫിസിക്കൽ ഹെൽത്ത് മാത്രമല്ല നമ്മുടെ മെന്റൽ ഹെൽത്തിനും കൂടി വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യണം. അപ്പൊ ഞാൻ ഇതേപോലെ ഒരു ക്ലാസ്സിൽ മെന്റൽ ഹെൽത്തിനെ കുറിച്ച് പറഞ്ഞപ്പോ, ക്ലാസ്സിലാണോ എന്ന് അറിഞ്ഞുകൂടാ, നമ്മൾ ഹോബി നമ്മൾ ഫോളോ ചെയ്യണം, നമ്മുടെ പാഷൻ ഫോളോ ചെയ്യണം എന്നൊക്കെ ഞാൻ എപ്പോഴും ഇങ്ങനെ ഇത് റിലേറ്റഡ് ആയിട്ടൊക്കെ ഇങ്ങനെ പറയാറുണ്ട് കുട്ടികളുടെ അടുത്ത്. അപ്പോ ഏതൊരു ബാച്ചിലാണോ എനിക്ക് അറിഞ്ഞുകൂടാട്ടാ. അപ്പൊ ആ കുട്ടി പാഷൻ ഫോളോ ചെയ്യുന്നത് ഭയങ്കര നല്ലതാണ്. നമുക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുള്ള പാഷൻ നമ്മൾ ഫോളോ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ ആള്, ഞാൻ പറഞ്ഞത് കേട്ടിട്ട് ആള് പോയിട്ട് ഡാൻസ് പഠിച്ചു. ക്ലാസിക്കൽ ഡാൻസ് ചെറുപ്പത്തിലേ പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അന്നത്തെ സാഹചര്യത്തിൽ അവർക്ക് പഠിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇപ്പൊ ക്ലാസിക്കൽ ഡാൻസ് പഠിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം സായനാവിന്റെ ഭാഗമായിട്ട് അവളിങ്ങനെ പ്രസന്റ് ചെയ്തു, ഓരോ മുദ്രകൾ ഇങ്ങനെ പ്രസന്റ് ചെയ്തു. അപ്പൊ ഞാൻ ഭയങ്കര ഹാപ്പി, കാരണം ഞാൻ പറഞ്ഞിട്ട് നമ്മളെ പാഷൻ, ശരിക്കും പറഞ്ഞാൽ നമ്മൾ പാഷൻ ഫോളോ ചെയ്യുമ്പോൾ ഒരു പരിധി വരെ നമുക്ക് ഹാപ്പിനെസ് കിട്ടും. നമ്മുടെ പാഷൻ, നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്. സോ നമ്മുടെ മെന്റൽ സാറ്റിസ്ഫാക്ഷൻ അവിടെ നിന്ന് തന്നെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങളുടെ പാഷൻ എന്താണെന്ന് തിരിച്ചറിയും, അത് ഫോളോ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി മെന്റൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ശരിക്കും പറഞ്ഞാൽ ലക്കി ആയിട്ടുള്ള ആൾക്കാർ ആരാണെന്ന് അറിയാവോ? നമ്മുടെ പാഷനെ, ചിലർ പറയും എന്റെ ജോലി ഇന്നതാണ്, പക്ഷെ ഞാൻ ഇന്നൊരു വ്യക്തിയും കൂടെയാണ്, പാഷനും കൂടി ഇത് ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷെ അവരെക്കാളും ഹാപ്പി ആയിട്ടുള്ള ആളാരായിരിക്കും അറിയാവോ? അവർ പാഷൻ തന്നെ ജോബായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. കാരണം അവർ ചെയ്യുന്ന ആക്ടിവിറ്റീസ് അവർക്ക് വളരെ ഇഷ്ടത്തോടു കൂടി അവരുടെ 100% കോൺട്രിബ്യൂഷൻ അതിലേക്ക് ഉണ്ടാവും. നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും. സോ പാഷനേറ്റ് ആയിട്ട് ജോബ് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മുടെ ടീച്ചറൊക്കെ ടീച്ചറിന്റെ ക്ലാസ് നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ കേട്ടിരുന്ന് പോകും. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പോലും ടീച്ചറിന്റെ ക്ലാസ് തന്നെ കേൾക്കുന്നില്ലേ, വളരെ ഹാപ്പിനെസ്. കാരണം എന്താണ്, മിസ് എടുക്കുന്നത് പാഷനേറ്റ് ആയിട്ട് അത്രയും നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ ചില ആൾക്കാരുടെ ഡാൻസ് പെർഫോമൻസ് ഒക്കെ കാണുമ്പോൾ അവർ പാഷനേറ്റ് ആയിട്ടാണ് ആ പെർഫോം ചെയ്യണമെങ്കിൽ നമ്മളത് കണ്ടിരുന്ന് പോകും. നമ്മൾ ശോഭനയൊക്കെ ഡാൻസ് കളിക്കുമ്പോൾ നമ്മളിങ്ങനെ ഒരു പെർഫോമൻസ് ആണ് എന്നത് പോലും നോക്കാതെ ഇങ്ങനെ അതിലേക്ക് അങ്ങോട്ട് മുഴുകി പോകാറില്ലേ, അതേപോലെ ഫീൽ ചെയ്യും. നമ്മളത് അത്ര പെർഫെക്ഷനോടെ ചെയ്യാനായിട്ട് ഭയങ്കര ഹാപ്പി ആയിരിക്കും അവര്. കാരണം മെന്റൽ ഹെൽത്ത്, ഇപ്പൊ നമ്മൾ വിചാരിക്കും ഒരു വ്യക്തിയുടെ മെന്റൽ ഹെൽത്ത് ഓക്കെ ആയാൽ മതിയോ, അല്ല നമ്മൾ സൊസൈറ്റിയിലേക്ക് അല്ലെങ്കിൽ ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ അവിടെ നമ്മുടെ മെന്റൽ ഹെൽത്ത് ഓക്കെ ആവാനായിട്ട് ശ്രദ്ധിക്കണം. നമ്മളൊരു സോഷ്യൽ ബീങ് ആണ്, ഹ്യൂമൻ ബീങ്സ് എന്ന് പറഞ്ഞാൽ ഒരു സോഷ്യൽ ബീങ് ആണ്. നമ്മുടെ മൈൻഡിന്റെ ഹെൽത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ആണ്. അതേപോലെ ഇനി നമുക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെന്ന് മനസ്സിലായി, മെന്റൽ അലൈൻമെന്റ്സ്, മെന്റൽ ആയിട്ടുള്ള ഡിസോർഡേഴ്സ് ഉണ്ടെന്ന് മനസ്സിലായി, അത് മാനസിക അസുഖം അല്ലെങ്കിൽ എന്താ പറയാ മാനസികമാണ്, സൈക്കോണ്, അങ്ങനെയല്ല. ശരിക്കും പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും മെന്റൽ ഇഷ്യൂ ഉണ്ടെങ്കിൽ നമ്മളത് കൗൺസിലിംഗ് എടുക്കുന്നത് നല്ലതായിരിക്കും. സൈക്കോളജിസ്റ്റിനെ കാണാം, കൗൺസിലിംഗ് സെഷൻസ് പോവാം. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്കൊരു പരിധി വരെയും എന്ത് ചെയ്യാൻ പറ്റും, അത് ഓവർകം ചെയ്യാനായിട്ട് ഇതേപോലത്തെ കൗൺസിലിംഗ്സും ക്ലാസ്സുകൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമുക്ക് എന്താണ് പ്രശ്നം എന്ന് ഡിസ്കവർ ചെയ്യും. ചിലപ്പോൾ ചിലവർക്ക് അത് ഒറ്റയ്ക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും, ചിലവർക്ക് അത് ഒരാളുടെ ഹെൽപ്പോട് കൂടി മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. എന്റെ കേസ് ഞാൻ പറയും, ഡിപ്രഷൻ പോലെ എനിക്ക് തോന്നി ആ സമയത്ത് തന്നെ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിലേക്ക് വന്നു. പക്ഷെ എന്റെ ഒരു ഫ്രണ്ട്, ആളുടെ പേര് ഞാൻ പറയുന്നില്ല, ആള് ഇതേപോലെ തന്നെ പ്രഗ്നന്റ് ആയ സിറ്റുവേഷനിൽ ആള് 90 days കഴിയുമ്പോൾ നമ്മള് ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക് പോകണം.
ഹസ്ബൻഡ് വീട്ടില് അമ്മയില്ല, ഹസ്ബൻഡ് അച്ഛനും മാത്രമേ ഉള്ളൂ. അപ്പൊ അവൾക്ക് ഭയങ്കരമായിട്ട് പേടിയായിരുന്നു. ഈ കൊച്ചിനെ കൊണ്ട് ഞാൻ അവിടെ പോയിട്ട് ഒറ്റയ്ക്ക് പോയിട്ട് എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് അവൾക്ക് പേടി ഉണ്ടായിരുന്നു, ഓൾറെഡി ഉണ്ടായിരുന്നു. പക്ഷെ 90 അന്ന് അവർ കൂട്ടിക്കൊണ്ട് പോരാനായിട്ട് വരുന്ന ദിവസം അവൾക്ക് സ്ട്രോക്ക് പോലെ വന്നു എന്ന് വെച്ചാല് ഈ അവള് പറഞ്ഞ കോമഡി ആയിട്ട് പറഞ്ഞ് ഞങ്ങളുടെ അടുത്ത്. എന്നാലും അവൾ ബ്രഷ് ചെയ്തിട്ട് തുപ്പുമ്പോ ഒരു സൈഡ് വലിവ് തോന്നി അവളുടെ ചുണ്ട് ആ സമയത്ത് ഇങ്ങനെ എന്താണ് കോട്ടിച്ചു പോയി. നമ്മളിങ്ങനെ പറയില്ല, ഒരു സൈഡിലേക്ക് ആയിപ്പോയി. അതേപോലെ അതിന് ഓപ്പോസിറ്റ് കൈക്കും എന്ത് വന്നു, ആ ഒരു പ്രശ്നം വന്നു. പിന്നെ കയ്യും നിവർത്താൻ പറ്റാത്ത പോലെ വന്നു. അത് ഇതൊക്കെ എന്തുകൊണ്ട് വന്നതാണെന്ന് പിന്നെയാണ് മനസ്സിലായത്. ഡിപ്രഷൻ ആയിരുന്നു ആൾക്ക്. കാരണം ആ സമയത്ത് അവൾക്ക് ആ ഒരു സ്ട്രെസ് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ഇനി മോനെയും കൊണ്ട് പോയിട്ട് അവിടെ എങ്ങനെ നിൽക്കും, അല്ലെങ്കിൽ മോനെ ഒരു കാര്യങ്ങൾ ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെ ചെയ്യും എന്നുള്ള ചിന്ത അവളെ വന്നു. അങ്ങനെ ഒരു മൈൻഡ് വന്നപ്പോ ആൾക്ക് ഒട്ടും ആളെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ആ ഒരു സിറ്റുവേഷനാണ് ആ ഒരു ഇൻസിഡന്റ് സംഭവിച്ചത്. സോ ഇവള് ആളുടെ അമ്മയല്ല നോക്കുന്നേ, ഇവിടെയും അതെ അമ്മയില്ല, വല്യമ്മയാണ് നോക്കുന്നത്. ചെറുപ്പത്തിലേ മുതല് വല്യമ്മയാണ് അവളെ നോക്കിയിരുന്നത്. വല്യമ്മയ്ക്ക് മക്കളൊന്നുമില്ല. പക്ഷെ അവളെ നല്ല സ്നേഹത്തോടെ ഞാൻ എത്രയാണ് 5 മുതൽ അവളെ കാണണം. അപ്പൊ നല്ല സ്നേഹത്തോടെ തന്നെ അവളെ വളർത്തിയിട്ട് അപ്പൊ വല്യമ്മക്ക് നിർബന്ധിച്ച് പറഞ്ഞു, മോനെ ഇപ്പൊ കൊണ്ടുപോകട്ടെ അവളെ, കുറച്ച് നാൾ കൂടി കഴിഞ്ഞിട്ട് അവളോട് കാര്യങ്ങളൊക്കെ എന്താണെന്ന് ചോദിച്ചു മനസ്സിലാക്കട്ടെ. കാരണം ഈ പറഞ്ഞ വല്യമ്മ നേഴ്സാണ്. വല്യമ്മയ്ക്ക് മനസ്സിലായി എന്തോ പ്രശ്നമുണ്ട് ഇവർക്ക്. ശരിക്കും പറഞ്ഞാൽ ശാരീരിക പ്രശ്നമല്ല, അത് അവരുടെ മൈൻഡിനാണ് ആ ഒരു പ്രശ്നം വന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കി. ഇതേപോലെ തന്നെ കുറച്ച് സെഷൻസ് കൗൺസിലിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ആള് ഓക്കെ ആയത്. കാരണം അത് കഴിഞ്ഞതിന് ശേഷം പ്രശ്നമുണ്ട്. ഇങ്ങനെ ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ ഹെൽത്ത് ഇഷ്യൂ വന്നു. അത് കഴിഞ്ഞിട്ട് കുട്ടീനെ നോക്കുന്നില്ല, അവനെ ഫീഡ് ചെയ്യുന്നില്ല, അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ അവർക്ക് വന്നു തുടങ്ങി. അപ്പൊ അത് കുട്ടീനോട് ഭയങ്കര ദേഷ്യം, അവൻ കരയുന്നത് കേൾക്കാൻ പറ്റില്ല. അപ്പൊ ഭയങ്കരമായിട്ട് സാധാരണ ഭയങ്കര ഹാപ്പി ആയിട്ട് ഞങ്ങളുടെ അടുത്തൊക്കെ ജോലിയായിട്ട് നടന്നിരുന്ന ഒരു കുട്ടിയാണ്. അപ്പൊ അവളിൽ വന്ന മാറ്റം പെട്ടെന്ന് വല്യമ്മയ്ക്ക് മനസ്സിലായി. അപ്പോ അത് മനസ്സിലാക്കി അവരെ കൗൺസിലിംഗ് രീതി, മെഡിസിൻസ് എന്നല്ല എന്നാലും കൗൺസിലിംഗ് കൊടുക്കാൻ തുടങ്ങി. കാരണം ചിലപ്പോ ഉണ്ടാവും, ഞാൻ ഈ പറയുന്ന സിറ്റുവേഷൻ ഈ പ്രഗ്നൻസി കഴിഞ്ഞുള്ള സ്റ്റേജ് പറയാൻ കാരണം നിങ്ങൾക്ക് മിക്കവാറും അത് കണക്ട് ചെയ്ത് ആലോചിക്കാനായിട്ട് വരും. കാരണം ആ സമയത്ത് നമുക്ക് കുറവൊക്കെ ഉണ്ട്, നമുക്ക് സ്ലീപ്പ് കറക്റ്റ് ആയിട്ട് കിട്ടുന്നില്ല. ആ സമയത്ത് നമ്മുടെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, നമ്മുടെ ഹോർമോൺ ഇംബാലൻസ് മിക്ക കാരണം കൊണ്ടാണ് നമ്മൾ മൈൻഡ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരുന്നത്. സോ അത് നമ്മൾ ഓക്കെ ആക്കാം. ഇപ്പൊ ആള് കുഴപ്പമൊന്നുമില്ല, ഇപ്പൊ നോർമലാണ്. അവരിപ്പോ എന്തോ ഒരു 3 വയസ്സ് കണ്ടായിട്ടുണ്ട്, അംഗനവാടി പോയി തുടങ്ങിയിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല കേട്ടോ ആൾക്ക്. പക്ഷെ ആ സമയത്ത് അവൾ ഫേസ് ചെയ്ത കാര്യങ്ങൾ ഞങ്ങളോട് ഷെയർ ചെയ്തപ്പോ എനിക്ക് തോന്നി അത് ഡിപ്രഷന്റെ ആയിരുന്നു എന്ന്. നമ്മൾ വിചാരിക്കും ഡിപ്രഷൻ ഇല്ല, ഡിപ്രഷനോ അതെന്തോന്നാ, അങ്ങനെയൊന്നും ഇല്ല, വെറുതെ പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഇത് നമ്മുടെ മൈൻഡ്, നമ്മുടെ കയ്യില് മൈൻഡ് ഒതുങ്ങാത്ത സമയത്ത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനെയാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. സോ ശരിക്കും പറഞ്ഞാൽ നീഡ് ഓഫ് മെന്റൽ ഹൈജീൻ ഇൻ സ്കൂളുകളിൽ മെന്റൽ ഹൈജീൻ വേണ്ടേ? നിങ്ങളുടെ അഭിപ്രായം എന്താ മിസ് ചോദിച്ചു? സ്കൂളുകളിൽ മെന്റൽ ഹൈജീൻ വേണ്ടേ? നല്ല പെരുമാറാനായിട്ടൊക്കെ അറിയുന്ന, നല്ല രീതിയിൽ പുറത്ത് പെരുമാറുന്ന കുട്ടികളല്ലേ വേണ്ടത്, അല്ലാതെ ഇന്ന് കാണുന്ന ഒരു തലമുറയാണ് വേണ്ടത്. അല്ല മിസ്സേ, തീർച്ചയായും അതിലൊരു മാറ്റം വേണം. നമ്മള് എന്താണ് ഒരു ടീച്ചർ പറഞ്ഞ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, വഴികൾ തരും ഞങ്ങൾ കുട്ടികളെ നന്നാക്കിക്കോളാണ്. ശരിക്കും നല്ലതാണ്. നമ്മുടെയൊക്കെ ഏജില് നമ്മളെയൊക്കെ ഒന്ന് തല്ലിന്ന് പറഞ്ഞ വീട്ടിൽ പോയി പറഞ്ഞാല് നിനക്ക് കിട്ടണം, നീ എന്തെങ്കിലും കുറ്റക്കേട് കാണിച്ചിട്ടുണ്ടാവും എന്ന് പറയുന്ന പാരന്റ്സ് ആയിരുന്നു നമ്മുടെയൊക്കെ പാരന്റ്സ്. പക്ഷെ ഇന്ന് ടീച്ചറിന് ആ ഒരു തല്ല് കൊടുത്തു എന്ന് പറഞ്ഞാൽ ടീച്ചറിനെ വരെ സ്ഥാനം മാറ്റണം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് ഇന്നത്തെ തലമുറയിലുള്ളത്. അല്ലെങ്കിൽ ആ ടീച്ചറിനെ ഒരു പാഠം പഠിപ്പിക്കാം, അങ്ങനത്തെ ഒരു വൈരാഗ്യ ബുദ്ധിയാണ്. അത് തന്നെയാണ് ഈ കുട്ടികളുടെയും പ്രശ്നം. ഞാൻ പറഞ്ഞ പോലെ നല്ല ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന കുട്ടികളാണെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളിലേക്ക് ഒന്നും പോകില്ല. നമ്മള് ഡെയിലി ടിവിയിലും ന്യൂസും ഒക്കെ ആയിട്ട് കാണുന്നതല്ലേ ഈ പ്രശ്നങ്ങള്. ഇപ്പൊ തന്നെ കഴിഞ്ഞ ദിവസം തന്നെ അല്ല ആ കുട്ടി മരണപ്പെട്ടത്. ആ കുട്ടികളുടെ ആ ഒരു ഏജിലുള്ള കുട്ടികളുടെ ആ ഒരു തിങ്കിങ് ആണോ അവന്മാരുടെയൊക്കെ മൈൻഡിലുള്ളത്? അവന്മാരുടെയൊക്കെ മെന്റൽ ഹെൽത്ത് ഓക്കെ ആണോ? അല്ലാന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അത്രയും മെന്റൽ ഹെൽത്ത് ഒക്കെ ഓക്കെ ആണെങ്കിൽ അവരൊരിക്കലും അങ്ങനത്തെ ഒരു പ്രവൃത്തിയിലേക്ക് എൻഗേജ് ചെയ്യില്ല. കാരണം മറ്റൊരു ആ ഒരു ഡയലോഗ് ചില സമയത്ത് ഞാൻ വോയിസ് കേട്ടു, എന്താണെന്ന് അറിഞ്ഞൂടെ, ഭയങ്കര ദേഷ്യാണ് വന്നത്. ഓക്കെ, അങ്ങനെ ചിന്തിക്കാൻ എങ്ങനെ പറ്റുന്നത്? നമ്മളെ പോലെ തന്നെ നമ്മളുടെ അതേ ഫീലിങ്സും ഇതൊക്കെ ഉള്ള ഒരു കുട്ടീനെ ഉപദ്രവിക്കാനായിട്ട് എങ്ങനെ അവരുടെ മൈൻഡ് അങ്ങനെ ആയിപ്പോയത്? അവരുടെയൊക്കെ ടോക്സിക് ആണ്. അത് ശരിക്കും പറഞ്ഞാല് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് വീടുകളാണ്.
വീടുകളിൽ നമ്മൾ മാറ്റങ്ങൾ കൊണ്ടുവരണം. എല്ലാ കാര്യങ്ങളും നമ്മൾ അവർക്ക് വാങ്ങിച്ചു കൊടുക്കുക, അവരുടെ വാശിക്കൊപ്പം അതിനൊപ്പം കൂടി നിൽക്കാതെ എന്താണ് നമ്മുടെ സാഹചര്യം എന്ന് പറഞ്ഞ് മനസ്സിലാക്കി പഠിപ്പിക്കാൻ തുടങ്ങാം, വളർത്താൻ നോക്കാം. പിന്നെ നമ്മൾ ടീച്ചേഴ്സിന്റെ ഉത്തരവാദിത്തമാണ്. നമ്മുടെ അടുത്തേക്ക് വരുന്ന കുട്ടികൾ ഒരിക്കലും അതേപോലെ ഒരു ക്യാരക്ടറായിട്ട് മാറാതിരിക്കാനായിട്ട് നമ്മളാണ് ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ എന്തെങ്കിലും ഡീവിയേഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ആ ഡീവിയേഷൻ മാറ്റി അവരെ നോർമലൈസ്ഡ് ആക്കേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്? നമ്മൾ ഓരോ ടീച്ചർമാർക്കാണ് ഉള്ളത്. നമ്മളുടെ ഉത്തരവാദിത്തമാണ് അത്. നമുക്ക് നോക്കാം. നീഡ് ഫോർ മെന്റൽ ഹൈജീൻ ഇൻ സ്കൂൾ. The major incidents of extensive social problems like indiscipline, delinquent behavior, truancy, suicide, underachievements, running away from the school, etc. among the school children called for practicing mental hygiene in school. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നത് എവിടെയാണ്? അത്ര മെന്റൽ ഹൈജീൻ നമ്മുടെ സ്കൂളിലായാലും നല്ല രീതിയിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണെങ്കിൽ ഒരിക്കലും കുട്ടികൾ ഇതേപോലെ പെരുമാറില്ല. നമ്മൾ ടീച്ചേഴ്സ് പഴയ നമ്മൾക്ക് ടീച്ചർമാരോടൊക്കെ നമുക്ക് ദേഷ്യം ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. പക്ഷെ ഇപ്പൊ അവരൊക്കെ ആലോചിക്കുമ്പോ ശരിക്കും അവരൊക്കെ ചെയ്ത കാര്യങ്ങൾ നമ്മളെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് പറ്റുന്നുണ്ട്. എന്റെയൊക്കെ ക്യാരക്ടർ ആണെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ എനിക്ക് ആ സമയത്തൊക്കെ നമുക്ക് ആ ടീച്ചർമാരോടൊക്കെ ദേഷ്യം തോന്നിയിരുന്നെങ്കിലും പക്ഷെ ടീച്ചറൊക്കെ അന്ന് വഴക്ക് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇതേപോലെ നല്ല കുട്ടികളായിട്ട് മാറിയത്. അല്ലെങ്കിൽ ഇത്രയും നല്ലൊരു ബോൾഡ് ആയിട്ടുള്ളൊരു വ്യക്തിനെ വാർത്തെടുക്കാനായിട്ട് നമ്മളെല്ലാവരുടെ കാര്യവും പറയണത് വാർത്തെടുത്തതിൽ ഏറ്റവും കൂടുതൽ പങ്ക് വഹിച്ചിരിക്കുന്ന ടീച്ചർമാരാണ് നമുക്ക് പറയാം. പക്ഷെ ഇന്നത്തെ ഈ ഒരു തലമുറയെ എന്താണ് നമുക്ക് പറ്റുന്നില്ല, അവരെ പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. കാരണം ഇപ്പോഴത്തെ ടീനേജേഴ്സിന്റെ അല്ലെങ്കിൽ അഡോളസന്റ് പിള്ളേരുടെ തിങ്കിങ് നമുക്ക് അറിഞ്ഞുകൂടാ. അവർക്ക് വേറൊരു ഇതാണ് എന്താ പറയാ, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത, ഞാൻ അതേപോലത്തെ പിള്ളേരെ കാണുന്നതുകൊണ്ടാണ് പറയുന്നത്, അവരെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത പോലെയാണ് നമുക്ക് തോന്നുന്നത്. ടീനേജേഴ്സിന്റെ ഇമാജിനേഷൻസോ അവരുടെ ചിന്തിക്കുന്ന എന്താന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. സോ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ സ്കൂളുകളിൽ തന്നെ പ്രാക്ടീസ് ചെയ്യണം. മെന്റൽ ഹൈജീൻ എവിടെ നിന്ന് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങണം? സ്കൂളുകളിൽ നിന്ന് തന്നെ പ്രാക്ടീസ് ചെയ്യണം. എപ്പോഴാണ് അവർ നമ്മുടെ കയ്യിൽ നിന്ന് കൺട്രോൾ ചെയ്ത് പോകണമെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അവർക്ക് എന്തെങ്കിലും ഡീവിയേഷൻസ് ഉണ്ടെങ്കിൽ അത് തിരുത്തി അവരെ നേരായ മാർഗത്തിലേക്ക് നയിക്കേണ്ട ഉത്തരവാദിത്വം നമ്മൾ ടീച്ചേഴ്സിന്റെയാണ്. നമുക്ക് ഓരോ സിറ്റുവേഷൻസ് വരും നമ്മുടെ ലൈഫിൽ. അതേപോലെ ചെറുപ്പം മുതലേ നമ്മൾ എന്താ പറയാ, ചുട്ടയിലെ ശീലം ചുടല വരെയാണ്. ചെറുപ്പത്തിലെ നന്നാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിള്ളേര് അത് തന്നെ ശീലിച്ചോളും. ഓക്കെ, നമ്മള് ടീച്ചേഴ്സും കുറെ മാറേണ്ടതായിട്ടുണ്ട്. നോക്കാട്ടോ. Often the school itself source of maladjustment, lack of friendliness on the part of teacher, or emphasize on school mark. നമ്മളിപ്പോ നല്ല ഫ്രണ്ട്ലി ഒക്കെ ആയിട്ടാണ് ടീച്ചേഴ്സ് പെരുമാറുന്നെങ്കിൽ ആ ടീച്ചറിന്റെ ക്ലാസ്സിൽ ഇരിക്കാൻ നിങ്ങൾക്ക് വലിയ താല്പര്യമായിരിക്കും. സോ നിങ്ങൾ ആ ടീച്ചറിന്റെ ക്ലാസ്സിൽ എത്താക്കാതിരിക്കും. പിന്നെ അതേപോലെ സ്കൂൾ മാർക്കിന് ഒരുപാട് ഊന്നൽ കൊടുക്കരുത്. സ്കൂൾ മാർക്ക് വെച്ചിട്ട് പിള്ളേരെ ക്ലാസ് എഴുതി പഠിക്കാൻ ദിവസം എന്ത് പറഞ്ഞാൽ തെറ്റായിരിക്കും. അങ്ങനെ ഒന്നും ഇല്ല കേട്ടാ. ചിലപ്പോ ഫസ്റ്റ് റാങ്ക് വാങ്ങിച്ച കുട്ടിനേക്കാളും കൂടുതൽ ചിലപ്പോ ബാക്ക് ബെഞ്ചേഴ്സ് ആയിരിക്കും ഫസ്റ്റ് അല്ലെങ്കിൽ ജീവിതത്തിൽ സക്സസ് ആവുന്നത്. സോ അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല ആരാ നല്ലത്. അങ്ങനെ പാർഷ്വാലിറ്റി ഒന്നും കാണിക്കരുത്. ഫിയർ ഓഫ് ഫെയിലിയർ ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു കുട്ടിക്ക് വന്ന ഫിയർ, അവൻ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്, ചിലപ്പോ ഈ പ്രാവശ്യം എക്സാം എഴുതിയിരുന്നെങ്കിൽ ചിലപ്പോ ഒരു 5+ വരെയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടിപ്പോയാനെ. പക്ഷെ അവന്റെ ഫിയർ ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ നിന്നും ട്യൂഷൻ ക്ലാസ്സിൽ നിന്നും എന്തൊക്കെ സ്ട്രെസ്സാണല്ലേ പിള്ളേര്. ട്യൂഷൻ അതേപോലെ വീട്ടിൽ നിന്നൊക്കെ ഭയങ്കരമായിട്ട് സ്ട്രെസ് കൊടുക്കാണ്. സാധാരണ നമ്മൾ പണ്ട് പഠിച്ചിരുന്ന പോലെയാണ് ഇപ്പോ. നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നു, വീട്ടിൽ നിന്ന് പഠിക്കുന്നു, നമ്മുടെ അടുത്തുള്ള ഏതെങ്കിലും വീട്ടിലൊരു ട്യൂഷൻ വിടുന്നു. അങ്ങനെയല്ല ഇന്ന് നമ്മൾ വലിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒക്കെ ഭാഗമായിട്ട് അവിടെ പോയിട്ട് അടിച്ചു പഠിപ്പിക്കുകയാണ്. ചില ഓൺലൈൻ അല്ലെങ്കിൽ ചില ഇൻസ്റ്റിറ്റ്യൂട്ട് ട്യൂഷൻ സെന്റേഴ്സ് ഒക്കെ ഇങ്ങനെയാണ് അടിച്ചു പഠിപ്പിക്കുക. എനിക്ക് അതിനോട് ഒന്നും ഒരു താല്പര്യമില്ല. ഭയങ്കരമായിട്ട് അവര് പേടിപ്പിച്ച് പഠിപ്പിക്കുകയാണ്. പേടിച്ചിട്ട് പിള്ളേര് പഠിക്കുകയായിരിക്കും, പക്ഷെ അവരെ മനസ്സിലേക്ക് അത് ഇറങ്ങി ചെയ്യില്ല. നമ്മള് അങ്ങനത്തെ ഫിയർ ഓഫ് ഫെയിലിയേഴ്സ് കൊടുക്കുന്ന, ഹോംവർക്ക് കൊടുക്കുന്ന ഹെവി കരിക്കുലം അവരെ കൊണ്ട് ഇപ്പൊ താങ്ങുന്ന രീതിയിലുള്ള കരിക്കുലം അവരെ പഠിപ്പിക്കാം. ചിലപ്പോ 4ാം ക്ലാസ്സിലെ കുട്ടിക്കായിരിക്കും 8ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും പഠിക്കേണ്ട ആ ഒരു കരിക്കുലം ഫോളോ ചെയ്യിപ്പിക്കുന്നത്. അത് അവനെ കൊണ്ട് പറ്റില്ല. ഞാൻ ചിലപ്പോ ശ്രദ്ധിക്കാറുണ്ട്. CBSE ആണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നം. നമ്മൾ സ്റ്റേറ്റിലെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന അതേ സിലബസ് ആണ് CBSE 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്നത്. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്താൽ മതി, അത് നിങ്ങൾക്ക് ആ ഒരു കമ്പാരിസൺ മനസ്സിലാവും. ഭയങ്കരമായിട്ട് ഹെവി ബേർഡൻ ചെറിയ കുട്ടികളെ ഏൽപ്പിക്കുകയാണ്. അപ്പൊ നമ്മുടെ കരിക്കുലം മാറേണ്ട ടൈം കഴിഞ്ഞിട്ടുണ്ട്. കോസസ് മെന്റൽ ടെൻഷൻ ആൻഡ് ഫിയർ ഇൻ ചിൽഡ്രൻ. ഇത് എന്തിന് കാരണമാകുന്നു? മെന്റൽ ടെൻഷനും ഫിയറും കുട്ടികളിൽ വരാനായിട്ട് കാരണമാകുന്നു. മെന്റൽ ഹൈജീൻ പ്രാക്ടീസ് ഹെൽപ്പ് ദ ടീച്ചേഴ്സ് ടു ചേഞ്ച് ദെയർ ആംഗിൾ ഓഫ് വിഷൻ. അപ്പൊ നല്ല മെന്റൽ ഹൈജീനും അങ്ങനെയൊക്കെ ആണെങ്കിൽ ടീച്ചേഴ്സിന്റെ ആംഗിൾ ഓഫ് വിഷനിൽ മാറ്റം വരുന്നു, കുട്ടികളുടെ മാറ്റം വരുന്നു,
So school surrounding become good for healthy development of the students. നല്ലൊരു ഹൈജീൻ ആണ്. ചില സ്കൂളുകളുണ്ട് അവിടെ നിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പഠിപ്പിക്കുന്നുണ്ട് അവരെ, പക്ഷെ പഠിപ്പിക്കുന്ന ആ ഒരു രീതിയിലായിരിക്കില്ല. അല്ലെങ്കിൽ നമ്മൾ മോൺസോറിയിലേക്ക് വരുമ്പോൾ നമ്മളുടെ കാര്യത്തിൽ നമുക്ക് പറയാലോ, നമ്മൾ പാരറ്റിക്സ് യൂസ് ചെയ്താൽ പഠിപ്പിക്കുന്നത്. അവിടെ അക്ഷരങ്ങൾ പഠിപ്പിക്കുകയാണെന്ന് കുട്ടികൾക്ക് തോന്നില്ല. അവിടെ ഓരോ ആക്ടിവിറ്റീസിലൂടെയാണ് അവർ പഠിക്കുന്നത്. എല്ലാ കാര്യങ്ങളും ആക്ടിവിറ്റീസിലൂടെ പഠിക്കുകയാണ്. അവർക്കത് മനസ്സിലാവുകയാണ്. നമ്മൾ പുറത്തൊരു വേൾഡിന്റെ അതേ ഒരു മിനി നേച്ചറാണ് നമ്മുടെ മോൺസോറി ക്ലാസ് റൂമിൽ കൊടുക്കുന്നത്. സോ കുട്ടികൾക്ക് കുറച്ചും കൂടി ഡെവലപ്മെന്റ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഒരു ഹെൽത്ത് ഡെവലപ്മെന്റ് അതേപോലെ മെന്റൽ ഡെവലപ്മെന്റ് നമ്മുടെ കുട്ടികൾക്ക് കൂടുതലായിരിക്കും. നമ്മുടെ മോണ്ടിസോറി പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് സാധാരണ കുട്ടികളെക്കാളും കുറച്ചുകൂടി ഡെവലപ്മെന്റ് കൂടുതലായിരിക്കും, ഹെൽത്തി ഡെവലപ്മെന്റ് ഉണ്ടാവും. ദെൻ അത് നമുക്ക് കൈവരിക്കാനായിട്ട് പറ്റും. ഇനി മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ എന്ന് പറയുന്ന ടോപ്പിക് ആണ്. ആരാ വായിക്കുന്നേ? ജാസ്മി വായിക്കും. അടുത്തത് വായിക്കാൻ തരാം കേട്ടെ. മെന്റൽ ഹെൽത്ത് ആൻഡ് മെന്റൽ ഹൈജീൻ അതല്ലേ ആടാ, അത് വായിച്ചു കേട്ടോ. Mental health is a science that deals with the care and promotion of mental health as well as the prevention of mental ill health. The aim of mental hygiene is to try to achieve better mental health. Mental health is a process of continuous adjustment to the environment by the individual. Mental hygiene is the mean of attaining healthy personal and social adjustment. According to Sutton Mosley, mental is the ability to adjust satisfactorily to the various pain and the environment we meet in life and mental hygiene is the means we take to assure the adjustment. In short, mental hygiene is the means we take to assure the adjustment. In short, mental hygiene and mental health may be differentiated as means and end. Mental hygiene is a means to make people conscious of mental health. It provides means and measures to attaining mental health. ഓക്കെ, മെന്റൽ ഹെൽത്ത് മെന്റൽ ഹൈജീൻ എന്ന് പറയുന്നത് രണ്ടും ഒരു സയൻസ് ആണ്. നമ്മുടെ മെന്റൽ ഇൽനെസ് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളാണ് മെന്റൽ ഹെൽത്ത് ആൻഡ് മെന്റൽ ഹൈജീനിൽ പറയുന്നത്. സോ മെന്റൽ ഹൈജീൻ അല്ലെങ്കിൽ മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അഷ്യൂർ ചെയ്യുന്ന അഡ്ജസ്റ്റ്മെന്റ്സ് ആണ്. ഇപ്പൊ ഞാൻ ഒരു ക്ലാസ്സിലേക്ക് കയറുമ്പോൾ ഞാനൊരു എന്താ പറയുക ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്യുമ്പോൾ ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആയിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തില്ലെങ്കിൽ എന്താണ് പ്രശ്നം വരുന്നത്? നമുക്ക് അവിടെ വർക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. എല്ലാ സാഹചര്യത്തിലും അതെ. നമ്മള് ഒരു ഫാമിലിയിലാണെങ്കിലും ഫാമിലിയിലെ കസ്റ്റംസ് ആയിട്ട് നമ്മൾ പുറത്തുനിന്ന് വന്ന ഒരു ആളാണ്, അല്ലെങ്കിൽ നമ്മൾ ഫാമിലിയിലേക്ക് വരുമ്പോൾ ആ ഫാമിലിക്ക് നമ്മൾ സ്ത്രീകൾ ഫേസ് ചെയ്തിട്ടുള്ള പ്രശ്നമായിരിക്കും. നമ്മൾ ഫാമിലിയിലേക്ക് വരുമ്പോൾ അവിടുത്തെ കസ്റ്റംസും റിച്വൽസ് ഒക്കെ നമ്മൾ ഫോളോ ചെയ്യേണ്ടി വരും. ദെൻ അഡ്ജസ്റ്റ്മെന്റ്സ് ആണ്. കുറെ കാര്യങ്ങൾ അങ്ങനെയാണ്. നമ്മൾ എപ്പോഴും നമ്മൾ മൈൻഡ് ഹാപ്പി ആയിട്ട് വെക്കാനായിട്ട് നോക്കുക. അതേപോലെ തന്നെ നമ്മൾ കുറെ കാര്യങ്ങൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വരും. മറ്റുള്ളവർക്ക് എന്ത് തോന്നും, അവർക്ക് എന്തായിരിക്കും ഈ സാഹചര്യത്തിൽ, എന്റെ ഈ സാഹചര്യത്തിൽ ഒരാൾ വഴക്ക് പറഞ്ഞാൽ എനിക്ക് എന്തായിരിക്കും ഫീലിംഗ് തോന്നാം. അപ്പൊ അങ്ങനെ ഞാൻ ചിന്തിക്കുന്നത്. വഴക്ക് പറയാൻ മാക്സിമം ഞാൻ ഒഴിവാക്കാറുണ്ട് കേട്ടോ. പക്ഷെ ചെറിയ തെറ്റുകൾ വരുമ്പോൾ നമ്മൾ അതൊന്ന് തെറ്റിക്കൊടുക്കണം, എന്നാലല്ലേ അവർ നേരായിട്ടുള്ള വഴിക്ക് പോവുള്ളൂ. അതേപോലെ തന്നെ നിങ്ങളുടെ മുമ്പിൽ വരുന്ന കുട്ടികളെ നിങ്ങൾ ഒരുപാട് വഴക്ക് പറയാതെ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ആ ഒരു നല്ല രീതിയിൽ എന്ത് ചെയ്യുക, പറഞ്ഞു കൊടുത്തിട്ട് അവർ നേരായിട്ടുള്ള വഴിക്ക് നടത്താനായിട്ട് ശ്രദ്ധിക്കണം. സോ ബാക്കിയുള്ള പോർഷൻ ഈ മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീനും മെന്റൽ ഹെൽത്തും പിന്നെ ടീച്ചേഴ്സിന്റെ കാര്യങ്ങളോ പറയുന്നത്. ഹെൽത്തി ടീച്ചർ ആവാൻ വേണ്ടിയിട്ട് എന്തെല്ലാം ക്വാളിറ്റീസ് ആണ് നമുക്കുള്ളത് എന്ന് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. നെക്സ്റ്റ് ഡേ എടുക്കാം. ഓക്കെ, കാരണം ടൈം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ക്ലാസ് അങ്ങോട്ട് പോയപ്പോ. കാരണം വേറെ പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ ഭയങ്കര ഇത് സപ്പോർട്ട്. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് പോയതാ. ഞാൻ വിചാരിച്ചു പോർഷൻ തീരും എന്ന് വിചാരിച്ചാണ് വന്നത്, പക്ഷെ പോയില്ല. കാരണം മെന്റൽ ഹെൽത്തിനെ കുറിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഏതെങ്കിലും ഇതേപോലത്തെ ഒരു മെന്റൽ ഡിസോർഡർ എന്ന് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് നമ്മുടെ കയ്യിൽ കൺട്രോൾ നഷ്ടപ്പെട്ടു പോയൊരു സിറ്റുവേഷനോ അത് നിങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടോന്നോ എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. ആർക്കെങ്കിലും അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഷെയർ ചെയ്യണമെന്ന് കുഴപ്പമൊന്നുമില്ലെങ്കിൽ നമുക്ക് ഇവിടെ ഒന്ന് പറയാം കേട്ടോ. ഞാനിപ്പോ പറഞ്ഞില്ലേ എന്റെ ഒരു എക്സ്പീരിയൻസ്, ഞാനും ഇതേപോലെ ഡിപ്രഷൻ സ്റ്റേജിലൂടെ കടന്നു വന്നതാണ്. സോ എനിക്കത് മനസ്സിലാവും.
നമുക്ക് ബാക്കിയുള്ളവർക്ക് ഒരു എക്സ്പീരിയൻസ് ആണ്. കാരണം ഒരാളെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തതെന്ന് നോക്കിയിട്ട് നമുക്കത് മനസ്സിലാക്കാനും നമ്മൾ ആ ഒരു സിറ്റുവേഷൻ വന്നാൽ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് നമുക്ക് കുറെ എക്സ്പീരിയൻസ് കിട്ടും. ഓരോരുത്തരുടെയും ലൈഫ് അല്ലെങ്കിൽ ഓരോരുത്തരുടെയും ആ സാഹചര്യങ്ങൾ വ്യത്യസ്തമായിരിക്കും. അത് അവരെങ്ങനെ ഹാൻഡിൽ ചെയ്തെന്ന് നമുക്ക് മനസ്സിലാക്കാനൊക്കെ പറ്റും. ഓക്കെ, അപ്പൊ സൈൻ ഔട്ട് ആരാ പറയുന്നേ? മിസ്സേ ഞാനാണേ പറയുന്നേ. ഒരു ക്രിസ്ത്യൻ സോങ് ആണേ. നമ്മള് ഗുരുക്കന്മാരെയൊക്കെ ദൈവത്തിന്റെ തുല്യം കാണണം എന്നല്ലേ പറയുന്നേ. അപ്പൊ ഒരു നന്ദി പറയുന്ന ഒരു പാട്ട്. നന്ദിയോടെ ഞാൻ സ്തുതി പാടുമേ എന്റെ യേശുനാഥ, എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. അർഹിക്കാത്ത നന്മകളും എനിക്കിടും കൃപാനിധി, യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്ക് സ്തുതി. നന്ദിയോടെ ഞാൻ സ്തുതി പാടുമേ എന്റെ യേശുനാഥ, എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. Thank you all.